السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات التي لا يجاوزهن بر ولا فاجر من شر ما خلق وذرأ وبرأ ومن شر ما ينزل من السماء ومن شر ما يعرج فيها ومن شر ما ذرأ في الأرض ومن شر ما يخرج منها ومن شر فتن الليل والنهار ومن شر طوارق الليل إلا طارقا يطرق بخير الرحمن. أعوذ بكلمات الله التامة من غضبه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا وحبيبنا وقرة أعيننا وثمرة فؤادنا محمد صلى الله عليه وسلم. الصلاة والسلام عليك يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله وعلى آله وأصحابه وأتباعه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ولا حول ولا قوة إلا بالله العلي العظيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. إلهي لا تعذبني فإني مقر بالذي قد كان مني. فكم من زلة لي في الخطايا غفرت وأنت ذو فضل ومني. يظن الناس بي خيرا وإني لشر الناس إن لم تعف عني. وما بي حيلة إلا رجائي لعفوك إن عفوت وحسن ظني. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله مولانا العظيم بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بالآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم ആദരണീയരും ബഹുമാന്യരുമായ സ്റ്റേജിൽ ഉപവിഷ്ടരായ CP മമ്മു ഹാജി, ഖാദർ ഹാജി, KK സുബി ഹാജി, VI സുബി ഹാജി, KK പക്രൻ ഹാജി, പിലാക്കണ്ടി അഹമ്മദ് സാഹിബ്, ബഹുമാനപ്പെട്ട സദർ ഉസ്താദ്, സദസ്സിലുള്ള കാരണവന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്നേഹനിധികളായ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്ലിസിൽ നാം ഒരുമിച്ച് കൂടിയതിനെ നമ്മിൽ നിന്നൊരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. പാരത്രിക ജീവിതത്തിൽ പ്രതിഫലാർഹമായ ഒരു കർമ്മമായി അള്ളാഹു ഈ മജ്ലിസിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതിൻ്റെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മർഹൂം അഹമ്മദ് മുസ്ലിയാരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങളും സഫലീകരിച്ചു തരുമാറാവട്ടെ. എല്ലാവിധ രോഗങ്ങളും മാനസികവും ശാരീരികവുമായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അർഹമുർ റാഹിമീനായ തമ്പുരാൻ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതമാർഗങ്ങളിലും കച്ചവടങ്ങളിലുമൊക്കെ ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സ്ഥിരമായി ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ഒരു സഹോദരി വളരെയധികം ഗുരുതരമായ ഒരു ഘട്ടം അനുഭവിച്ചുകൊണ്ട് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കഴിയുകയാണെന്ന് അവരുടെ മക്കൾ വിളിച്ചു പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് ജീവിതമാണ് ഖൈറെങ്കിൽ ആഫിയത്തോടുകൂടെയുള്ള ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണമാണ് ഖൈറെങ്കിൽ ആഖിബത്ത് നന്നായി മരിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു തആല അവരുടെ മക്കൾക്ക്, അവരുടെ ഭർത്താവിന് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള മനക്കരുത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല അവരെയും നമ്മെയും
അതുപോലെ തന്നെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെയും അവൻ്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. മർഹൂം അഹ്മദ് മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദഹു എന്നിവരുടെ 42-ാം ഉറൂസ് മുബാറക്കിലാണ് നാം ഏവരും സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിലാണ് നാം ഓരോരുത്തരും സമ്മേളിച്ചിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ തന്നെ ആയിരിക്കണം നാം ഓരോരുത്തരും ഈ സദസ്സിലിരിക്കേണ്ടത്. പ്രഭാഷണ പരമ്പരയുടെ 2-ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനിരിക്കുന്നത് ആത്മവിശുദ്ധിയുടെ പ്രാധാന്യവും പ്രസക്തിയും എന്ന വിഷയമാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നാൽ വിഷയത്തോട് അഭേദ്യമായ ബന്ധം പുലർത്തി നിൽക്കുന്ന ഒരു ആമുഖത്തോടുകൂടെ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് മർഹൂം അഹ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞ ഈ നാടിൻ്റെ വെളിച്ചവും വിളക്കുമായി ഒരു കാലത്ത് ജ്വലിച്ചു നിന്ന ഒരു മഹാന്റെ സ്മരണാർത്ഥമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രദേശത്തിന് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഇതുപോലെയുള്ള ഒരു മഹാനുഭാവൻ ജീവിക്കുകയും അതുപോലെ തന്നെ അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുക എന്നുള്ള ഈ നാടിൻ്റെ ഒരു പ്രത്യേകത. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ പ്രസക്തമായൊരു ഹദീസ് ഈ സമയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അൻ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി അസ്സ വജല്ല മിനൽ ഹുദാ വൽ ഇൽമ് ഇന്ന മസല മാ ബഅസനി അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നിയോഗിച്ചതിൻ്റെ ഒരു ഉപമ മിനൽ ഹുദാ വൽ ഇൽമ്. എന്തുകൊണ്ടാണ് എന്നെ നിയോഗിച്ചത്? സന്മാർഗം, ലോകത്ത് മുഴുവൻ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ, ലോകത്തിന് മുഴുവൻ മാർഗം കാണിച്ചു കൊടുക്കാൻ, സത്യപരിശുദ്ധമായ ദീനിന്റെ സന്മാർഗം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയുക്തനായിട്ടുള്ളത്. അതുപോലെ തന്നെ വൽ ഇൽമി, വിജ്ഞാനവും പരിശുദ്ധമായ ദീനിന്റെ വിജ്ഞാനവും പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത്. എൻ്റെ നിയോഗത്തിന്റെ ലക്ഷ്യം ഹിദായത്തിന്റെയും അതുപോലെ തന്നെ ഇൽമിന്റെയും ഒക്കെ ഒരു ഉപമ കമസലി ഗൈസിൻ, ഒരു പേമാരി പോലെയാണ്, ഒരു മഴ പോലെയാണ്. അസ്വാബ അർള, ആ മഴ ഒരു ഭൂമിയിൽ ആ മഴ പതിക്കുന്നു. ഫകാനത് മിൻഹാ ത്വായിഫത്തുൻ ത്വയ്യിബത്തുൻ ഖബിലത്തിൽ മാഅ ഫഅംബതത്തിൽ കലാ വൽ അശബൽ കസീർ. അങ്ങനെ മഴ പെയ്താൽ ഒരു ഭൂമി വളരെ നല്ല ഭൂമിയാണ്. ആ ഭൂമിയിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പുല്ല് പുഷ്പങ്ങൾ മുളക്കും, അതുപോലെ തന്നെ സസ്യങ്ങൾ മുളക്കും. അവിടെയുള്ള മരങ്ങളൊക്കെ ഊർജ്ജസ്വലതയോടുകൂടെ വളരും. കാരണം ആ മണ്ണ് ഫലഭൂയിഷ്ഠമായ, മഴ പെയ്തതോടുകൂടെ ഫലഭൂയിഷ്ഠമായ മണ്ണായതുകൊണ്ടാണ്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വകാന അജാദിബു, എന്നാൽ ഭൂമിയിൽ എന്താണ്, ചില ഭൂമി അജാദിബ്, അതെന്താണ്, വെള്ളം ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ തന്നെ അവിടെ നിൽക്കും.
അജാദിബ് എന്ന് പറഞ്ഞാൽ ജലസംഭരണി എന്നാണ് അർത്ഥം. ആ ജലസംഭരണിയിൽ എന്താണ്? ആകാശത്തിൽ നിന്ന് വീഴുന്ന മുഴുവൻ മഴയും എന്താണ്? അതിൽ ശേഖരിച്ച് ആ വെള്ളത്തെ അത് പിടിച്ചു നിർത്തും. എന്നിട്ട് ആ വെള്ളം ആ വെള്ളം കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാകും. ആ വെള്ളത്തിൽ നിന്ന് ആ വെള്ളം ജനങ്ങൾ കുടിക്കുന്നു. അതുപോലെ തന്നെ അവർ അവരുടെ മൃഗങ്ങൾക്ക് കുടിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ സസ്യങ്ങൾക്ക് നനയ്ക്കുവാൻ വേണ്ടി ആ വെള്ളം അവർ ഉപയോഗപ്പെടുത്തുന്നു. ഇതുപോലെയാണ് ആകാശത്തിൽ നിന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് ചില ഭൂമിയിൽ എന്താണ്? അവിടെയുള്ള സസ്യങ്ങളൊക്കെ വളരെ മനോഹരമായി വളരും. എന്നാൽ ചില ഭൂമികളിൽ ആ വെള്ളം അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെ നിന്നു കഴിഞ്ഞാൽ ഒരുപാട് കാലങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള മഹാന്മാർ. ആ മഹാന്മാര് ജീവിക്കുന്ന കാലത്ത് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, നമ്മുടെ പ്രയാസങ്ങൾ പറയാൻ, നമ്മുടെ എല്ലാം അവരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഒരു വാക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു മന്ത്രം കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല പരിഹാരം നൽകും. എന്നാൽ അവരുടെ മരണശേഷമോ? തീർച്ചയായും അവരുടെ മരണശേഷവും അവരുടെ ജീവിതകാലം ഏതുപോലെയായിരുന്നു അതുപോലെ തന്നെ അവരുടെ മഖാമുകൾ, അവരുടെ മഖ്ബറകൾ, അവിടെ ചെന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ബോധിപ്പിക്കും. അതുപോലെ തന്നെ അവരെ മധ്യവർത്തികളായി അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കും. തീർച്ചയായും ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് എത്രയോ അനുഭവങ്ങൾ നമ്മൾക്കുണ്ട്. ഈ നാട്ടുകാരായ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും. വിശുദ്ധമായ ഖുർആൻ ഇതുപോലെയുള്ള മഹാന്മാരായ ആളുകളോട് അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഭക്തന്മാരായി ജീവിക്കണം, കറകളഞ്ഞ മനസ്സോടുകൂടെ നിങ്ങൾ ജീവിക്കണം എന്നതിന് ശേഷം വിശുദ്ധമായ ഖുർആൻ പറയുന്നു വഖൂനൂ മഅസ്വാദിഖീൻ, സത്യസന്ധന്മാരായ സദ്വൃദ്ധരായ സന്മാർഗത്തിലൂടെ നടന്നുപോയ ആളുകൾ. ഇതുപോലെയുള്ള മഹാനായ അഹ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹത്തെ പോലെയുള്ള മഹാരഥന്മാരായ ആളുകളുടെ കൂടെ നിങ്ങൾ ജീവിക്കുകയും വേണം. നിങ്ങൾ ഭക്തന്മാരായാൽ മാത്രം പോരാ, അത്തരം ആളുകളെ നിങ്ങൾ കണ്ടെത്തി അവരുടെ കൂടെ നിങ്ങൾ ജീവിക്കുകയും ചെയ്യണം എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അതാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മഴ പെയ്യുന്ന സമയത്ത് ചില ഭൂമികൾ എന്താണത്? ആ വെള്ളത്തെ പിടിച്ചു നിർത്തി ജലസംഭരണി പോലെ അവരെന്താണ് ലോകത്തുള്ള മുഴുവൻ, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾക്കും വളരെ സമാധാനം നൽകുന്ന, സാന്ത്വനം നൽകുന്ന ഒരു കേന്ദ്രങ്ങളായി അവര് ഖിയാമത്ത് നാൾ വരെ ഈ ലോകത്ത് നിലനിൽക്കും. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അസ്വാബ ത്വായിഫതൻ മിൻഹാ ഉഖ്റാ, മഴ പെയ്യുന്ന സമയത്ത് ചില ഭൂമിയിൽ ആ വെള്ളം പതിക്കും. പക്ഷേ ഇന്നമാ ഹിയ ഖിയാനു ലാ തുംസികു മാഅൻ വലാ തംബുതു കലാ, ആ ഭൂമിയിൽ വെള്ളത്തെ ആ ഭൂമി പിടിച്ചു നിർത്തൂല. മഴ പെയ്യുന്നതോടുകൂടെ ആ വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോകുന്നു. വലാ തുംബിതു കലഅൻ, ഒരു പുല്ലുപുഷ്പവും ആ ഒരു മഴ കാരണം ഭൂമിയിൽ മുളക്കുകയും ചെയ്യൂല. ഫദാലിക മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹി വനഫഅഹു ബിമാ ബഅസനില്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 രീതിയിലുള്ള ഭൂമികളെ പ്രവാചകന്റെ ആ നിയോഗത്തോട് ബന്ധിപ്പിച്ചുകൊണ്ട് അതിനോട് ഉപമിച്ചുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫദാലിക മസലു മൻ ഫഖഹ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പഠിച്ച ഒരാളുടെ ഉദാഹരണം ഇതുപോലെയാണ്. വനഫഅഹു, മാത്രമല്ല അത് പഠിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ആ പഠിച്ച ആളുകൾ അവരുടെ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അവരുടെ വിജ്ഞാനത്തെ അവർ നുകർന്നു കൊടുക്കുകയും അതുകൊണ്ട് അവരെ ഒരുപാട് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു. ബിമാ ബഅസനല്ലാഹു ബിഹി ഫഅലിമ വഅല്ലമ, അവർ പഠിച്ചു, അവർ പഠിപ്പിക്കുകയും ചെയ്തു. വമസലു മൻ ലം യർഫഅ ബിദാലിക റഅസൻ വലം യഖബൽ ഹുദല്ലാഹി അല്ലദീ ഉർസിൽതു ബിഹി, അതുപോലെ തന്നെ ഈ അവസാനം പറഞ്ഞ ഭൂമി, ആ ഭൂമി പോലെയാണ് ചില ആളുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ വെളിച്ചം അവരുടെ മുമ്പിൽ തുറന്നു കൊടുത്തപ്പോ ആ വെളിച്ചത്തിലേക്ക്
ഫലം യർഫഉ റഅസ, അവരുടെ തല അവർ ഉയർത്തി നോക്കിയില്ല. വലം യഖ്ബൽ ഹുദല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഹുദയെ അവർ സ്വീകരിക്കാൻ അവർ മുന്നോട്ട് വന്നതുമില്ല. അല്ലദീ ഉർസിൽതു ബിഹി, ആ ഹുദ കൊണ്ടാണ് എന്നെ അല്ലാഹു തആല നിയോഗിച്ചിരിക്കുന്നത്, എന്നെ അയച്ചിരിക്കുന്നത്. ആ ഹുദയെ അംഗീകരിക്കാൻ അവർ സന്നദ്ധമായതുമില്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആത്മവിശുദ്ധിയെക്കുറിച്ച്, ഹൃദയത്തിന്റെ നന്മയെക്കുറിച്ച്, ശാന്തമായ ഹൃദയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ഹൃദയം നന്നാകാൻ ഇതുപോലെ ഒരു നാട്ടിൽ ഒരാൾ മതി. വകൂനു മഅസ്വാദിഖീൻ, അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തഖ്വയും നിങ്ങളുടെ ഈമാനും നിങ്ങളുടെ ഇഖ്ലാസും ഒരിക്കലും ചോർന്നു പോകാതെ മരണം വരെ നിങ്ങൾക്ക് അവരെ ബഹുമാനിക്കുക വഴി, അവരുടെ കൂടെ നടക്കുക വഴി, അവരെ സ്നേഹിക്കുക വഴി നിങ്ങൾക്ക് ലഭ്യമാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ ഹൃദയം. ഈ ഹൃദയത്തെക്കുറിച്ച്, ഖൽബിനെക്കുറിച്ച് മഹാന്മാരായ ആളുകൾ അതിൻ്റെ അത്ഭുതങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വിവരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ ഹൃദയത്തെക്കുറിച്ച് ഒരുപാട് അധ്യായങ്ങൾ, ഒരുപാട് പേജുകൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് വളരെ കൃത്യമായി നമ്മുടെ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ എല്ലാ വിഷയങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അദ്ദേഹം ഹൃദയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് അല്ലഹ്മുസ് സനൗബരിയുൽ ശക്ൽ, ഹൃദയം എന്ന് പറഞ്ഞാൽ, ഖൽബ് എന്ന് പറഞ്ഞാൽ അല്ലഹ്മുസ് സനൗബരിയുൽ ശക്ൽ, ഒരു പൈൻമരം എന്ന് പറഞ്ഞാൽ അടിഭാഗം കുറച്ച് വിശാലതയും മുകൾ ഭാഗം ഇങ്ങനെ കൂർത്തു വരുന്ന, കൂമ്പായി വരുന്ന ഒരു മരമാണ്. സനൗബർ എന്ന് പറഞ്ഞാൽ പൈൻമരം എന്നാണ് അർത്ഥം. അതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയം. അല്ലഹ്മു സനൗബരിയു ശക്ൽ, അതിന്റെ രൂപം അങ്ങനെയാണ്. അൽ മൂദഉ ഫിൽ ജാനിബിൽ ഐസരി മിനസ് സ്വദർ, മനുഷ്യന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്താണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥാനമുള്ളത്. ഇടതുഭാഗത്താണ് ഹൃദയത്തെ അല്ലാഹു തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നത്. ആ ഹൃദയം കേവലം 250 അല്ലെങ്കിൽ 300 ഗ്രാമാണ് നമ്മുടെയൊക്കെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാകുന്ന ഹൃദയത്തിന്റെ തൂക്കം എന്ന് പറയുന്നത്. ഈ ഹൃദയം നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരിക്കുന്ന സമയത്ത് ഭ്രൂണത്തിന് 22 ദിവസം പ്രായമാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഹൃദയം സ്പന്ദനം തുടങ്ങും. നമ്മുടെയൊക്കെ ഹൃദയം ഇങ്ങനെ തുടിക്കാൻ തുടങ്ങും. ആ സ്പന്ദനം അവസാനിക്കുന്നത് നമ്മുടെ ജീവൻ, നമ്മൾ മരണപ്പെടുന്ന സമയത്താണ്. ആ സമയം വരെ ഒരു മിനിറ്റിൽ 72 തവണയാണ് നമ്മുടെയൊക്കെ ഹൃദയം സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. 72 തവണ. ഒരു തവണ ഹൃദയം സ്പന്ദിക്കാനുള്ള സമയം 0.34 സെക്കൻഡാണ്. ഇങ്ങനെ ഒരു ഹൃദയമാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്ന് പലപ്പോഴും നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ശരീരം ഏറ്റവും വലിയ അത്ഭുതമാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തെക്കുറിച്ച് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയെക്കുറിച്ച്, അതുപോലെ തന്നെ സൂര്യചന്ദ്ര നക്ഷത്രാദികളെ കുറിച്ചൊക്കെ നമ്മളോട് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ്, ആകാശത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ്, അതല്ലെങ്കിൽ ഭൂമിയെക്കുറിച്ച്, ചന്ദ്രനക്ഷത്രാദികളെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുകയും അതിലൂടെ അള്ളാഹുവിനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ നോക്കാൻ വേണ്ടി വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പല സമയത്തും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾ, ആ അവയവങ്ങളുടെ ആയിരക്കണക്കിന് ധർമ്മങ്ങൾ, നമുക്ക് ബാഹ്യവും ആന്തരികവുമായ ഒരുപാട് അവയവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ആ ബാഹ്യവും ആന്തരികവുമായ അവയവങ്ങൾ ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കാറില്ല, നമ്മൾ ചിന്തിക്കാറില്ല.
ആ അവയവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അത്ഭുതമാണ് നമ്മുടെ ഹൃദയം. നമ്മുടെ ശരീരത്തിൽ സ്വന്തമായി നിലനിൽപ്പുള്ള ഒരേ ഒരു അവയവം മാത്രമേ ഉള്ളൂ, അത് ഹൃദയമാണ്. ഹൃദയത്തിലേക്കുള്ള എല്ലാ നാഡീഞരമ്പുകളും മുറിഞ്ഞു പോയാലും ഹൃദയം സ്പന്ദിച്ചു നിൽക്കുമെന്ന് ഹൃദയത്തെക്കുറിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഹൃദയത്തിന്റെ തൂക്കത്തെ സംബന്ധിച്ചോ, അതല്ലെങ്കിൽ അതിന്റെ സ്പന്ദനങ്ങളെ സംബന്ധിച്ചോ, അതല്ലെങ്കിൽ അതിന്റെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയെ സംബന്ധിച്ചോ ഒന്നുമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഹൃദയത്തിന്റെ അത്ഭുതങ്ങൾ ഇങ്ങനെ വിവരിക്കുന്നിടത്ത് ആദ്യമായി ആ ഹൃദയത്തിന്റെ ബാഹ്യമായ ഒരു നിർവചനം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം രണ്ടാമതായി എന്താണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു ആത്മവിശുദ്ധി എന്ന് പറയുന്ന ആ വിഷയത്തിലുള്ള ആത്മാവ്, ആ ആത്മാവ് എന്താണെന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് നിർവചിച്ച് നമുക്കൊക്കെ ഗ്രഹിക്കാവുന്ന രീതിയിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ-ലതീഫത്തുർ റബ്ബാനിയ, അൽ-ലതീഫത്തുർ റബ്ബാനിയത്തുർ റൂഹാനിയ. ഹൃദയം എന്ന് പറഞ്ഞാൽ, ആത്മാവ് എന്ന് പറഞ്ഞാൽ അൽ-ലതീഫത്തുർ റബ്ബാനിയത്തുർ റൂഹാനിയ, വളരെ നേർത്ത ഒരു വസ്തുവാണ്. അൽ-ലതീഫ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത ഒരു വസ്തു. അർ-റബ്ബാനിയ, അല്ലാഹുവുമായി ദൈവികമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അർ-റൂഹാനിയ, നമ്മുടെ ശരീരത്തിലെ റൂഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നേർത്ത ഒരു വസ്തുവാണ് ഹൃദയം എന്ന് പറഞ്ഞാൽ. റബ്ബാനിയാണ്, അല്ലാഹുവിനെ മാത്രമേ ഹൃദയത്തിന്റെ, അല്ലാഹുവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമേ ഹൃദയത്തിന്റെ വിചാരങ്ങളെക്കുറിച്ച്, ഹൃദയത്തിന്റെ ചിന്തകളെക്കുറിച്ച്, ഹൃദയത്തിന്റെ പോക്കുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ ഏത് സമയവും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റിമറിക്കുന്നതാരാണ്? അല്ലാഹുവാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ, ചിലപ്പോ നന്മയോട് നമുക്ക് താല്പര്യമുണ്ടാകും, ചില സമയത്ത് തിന്മയോടായിരിക്കും നമുക്ക് താല്പര്യം. ചിലപ്പോൾ കുറേ കാലം നല്ല നിലക്ക് നടന്നിരുന്ന ആളുകൾ വളരെ മോശപ്പെട്ട പരിതസ്ഥിതിയിലേക്ക് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വളരെ മോശപ്പെട്ട പരിതസ്ഥിതിയിൽ ജീവിച്ച ആളുകൾ, ധാർമ്മികമായ അധപ്പതനത്തിലൂടെ ജീവിച്ചിരുന്ന ആളുകൾ ചിലപ്പോ നല്ല താടിയൊക്കെ വെച്ച് വളരെ നല്ല ഇസ്ലാമിക വേഷം ധരിച്ച് ഇസ്ലാമിന്റെ ആദാബോടുകൂടെ നടക്കുന്ന, പള്ളിയിലൊക്കെ സജീവമായി നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പെട്ടെന്ന് മനസ്സിന് ചേഞ്ച് വരികയാണ്, നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. നമ്മളൊക്കെ സദാസമയം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ ദീനിന്റെ മേൽ എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണം. ദീനിന് വ്യതിചലിക്കുന്ന അല്ലെങ്കിൽ ദീനിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് അല്ലാഹുവേ എന്റെ മനസ്സിനെ ഒരിക്കലും നീ മറിച്ചിടരുത്. എന്നിട്ട് പ്രവാചകർ ഫഖാല ലി ആയിഷ, മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ ഖുലൂബ ബൈന ഇസ്ബഅഇർ റഹ്മാൻ. അല്ലാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ, നമ്മുടെയൊക്കെ ഹൃദയമുള്ളത്. ഏത് സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വ്യതിചലിപ്പിക്കാൻ കഴിയുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഹൃദയത്തിന് ഒരു സ്ഥിരത കിട്ടാൻ, ഹൃദയം എപ്പോഴും പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിൽക്കാൻ, അല്ലാഹുവിന്റെ ത്വാഅത്തിൽ ഉറച്ചു നിൽക്കാൻ നമ്മളോട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആളുകൾ, വിജ്ഞാന നല്ല ഗ്രാഹ്യതയുള്ള ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആരിഫീങ്ങളായ ആളുകൾ, ഇവരെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ സൂറത്തു ആലി ഇംറാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാതും മുഹ്കമ ഹുന്ന ഉമ്മുൽ കിതാബി വഉഖറു മുതശാബിഹാത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله
വമാ യഅലമു തഅവീലുഹു ഇല്ലല്ലാഹു വർ-റാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. സൂറത്തു ആലു ഇംറാനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കാൻ വല്ലദീ അൻസല അലൈക്കൽ കിതാബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലദീ അൻസല അലൈക്കൽ കിതാബ്, വിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് അവൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ആ വിശുദ്ധമായ ഗ്രന്ഥത്തിൽ മിൻഹു ആയാത്തും മുഹ്കമാത്ത് ഹുന്ന ഉമ്മുൽ കിതാബ്, വിശുദ്ധമായ ഖുർആനിൽ സ്പഷ്ടമായ വ്യക്തമായ ചില ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, വിശുദ്ധമായ ആ ഗ്രന്ഥത്തിന്റെ കാതലായ ഭാഗങ്ങളൊക്കെ വളരെ സ്പഷ്ടമാണ്, വളരെ വ്യക്തമാണ്, വക്രതയില്ലാത്തതാണ്. പക്ഷേ വഉഖറു മുതശാബിഹാത്ത്, എന്നാൽ വിശുദ്ധമായ ഖുർആനിൽ ചില അവ്യക്തതകളുള്ള ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില ആയത്തുകളുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മനസ്സിൽ വക്രതയുള്ള ആളുകൾ, മനസ്സിൽ എന്താണ് കുറ്റവും കുറവും നോക്കി നടക്കുന്ന ആളുകൾ, അങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. ചില ആളുകളുടെ പണി തന്നെ അതായിരിക്കും. അവർക്ക് എന്താ പണി? അവരെ മറ്റുള്ളവരുടെ കുറ്റം നോക്കുക, അവർക്ക് എന്തൊക്കെയാണ് കുറവുകൾ എന്ന് നോക്കുക. അതുപോലെ വിശുദ്ധമായ ഖുർആനിനെ വിമർശനത്തിന്റെ കണ്ണുകളോടുകൂടെ നോക്കുന്ന ചില ആളുകൾ, അവരെന്താണ്? ഹൃദയത്തിൽ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله. അവരെന്താണ്? കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഈ മുതശാബിഹായ ആയത്തുകൾ, ആ മുതശാബിഹായ ആയത്തുകളെ കുറിച്ച് അവരുടെ അതിന്റെ വ്യാഖ്യാനങ്ങൾ എന്താണ്, അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിന്റെ ആശയങ്ങൾ എന്നൊക്കെ തേടിപ്പോകുന്ന ഒരു വിഭാഗം ആളുകൾ. അങ്ങനത്തെ ആളുകൾ എന്താണ്? അങ്ങനത്തെ ഒരു വിഭാഗം ആളുകൾ ഭൂമിയിലുണ്ട്. അതുപോലെ തന്നെ വമാ യഅലമു തഅവീലുഹു ഇല്ലല്ലാഹ്, എന്നാൽ ഈ മുതശാബിഹായ ആയത്തുകളുടെ യഥാർത്ഥമായ അർത്ഥം നമുക്കറിയാം. വിശുദ്ധമായ ഖുർആനിൽ നമ്മൾ രണ്ടാമത്തെ സൂറത്തുൽ ബഖറ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലിഫ് ലാം മീം. എന്താണ് ഈ അലിഫ് ലാം മീം? അല്ലാഹു അഅലം ബിമുറാദി. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, എന്താണ് അലിഫ് എന്നും എന്താണ് ലാം എന്നും എന്താണ് മീം എന്നൊക്കെ വ്യാഖ്യാനിച്ചതിന് ശേഷം അവർ പറഞ്ഞത് അല്ലാഹു അഅലം ബിമുറാദി, അല്ലാഹുവിനെ അതിന്റെ യഥാർത്ഥമായ അർത്ഥം അറിയുകയുള്ളൂ, അതിന്റെ എന്താണ് അതിന്റെ ആശയം. ഇവിടെയാണ് ഒരു മനുഷ്യൻ, അങ്ങനെയാണ് ഒരു മനുഷ്യൻ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ ഹിദായത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടാണ് സൂറത്തുൽ ബഖറയിലേക്ക് നമ്മൾ കടക്കുന്നത്, അല്ലേ? സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം നമ്മൾ ഓരോ ദിവസത്തിലും നിർബന്ധമായി എത്രയോ തവണ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആ സൂറത്തുൽ ഫാത്തിഹ, ആ ഫാത്തിഹയിൽ നമ്മൾ ഹിദായത്ത് ചോദിക്കാൻ, നമ്മുടെ മനസ്സിന്റെ ശുദ്ധി നമ്മൾ ചോദിക്കാൻ, വക്രതയില്ലാത്ത മലിനപ്പെടാത്ത മനസ്സിന്റെ ഉടമകളാക്കാൻ വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് നിസ്കാരത്തിന്റെ സമയത്തിലും അല്ലാതെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്തുൽ ബഖറയിലേക്ക് കടക്കുമ്പോൾ അലിഫ് ലാം മീം, ഹിദായത്തിനെ ചോദിക്കുന്ന ആളുകൾ, മനസ്സ് ശുദ്ധമായ ആളുകൾ, അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആമന്നാ ബിഹി, ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചു. അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് അന്വേഷിക്കുക എന്ന് പറഞ്ഞത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. അങ്ങനെ അന്വേഷിക്കുന്ന ആളുകൾ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്നതി വബ്തിഗാഅ തഅവീലി. അതിനെ അന്വേഷിക്കുന്ന ആളുകൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. എന്നാൽ വമാ യഅലമു തഅവീലുഹു ഇല്ലല്ലാഹ്, ആ
ആയത്തുകളുടെ സ്പഷ്ടമാകാതെ പറഞ്ഞ ആയത്തുകളുടെ വ്യാഖ്യാനങ്ങൾ വമാ യഅലമു തഅവീലുഹു ഇല്ലല്ലാഹ്, അത് അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ഒരു മനുഷ്യന് അവകാശമില്ല. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ പറയുന്നു വറാസിഖൂന ഫിൽ ഇൽമി, വിജ്ഞാനത്തിൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തിൽ, പരിശുദ്ധമായ ദീനീ വിജ്ഞാനത്തിൽ പാകത ചെന്ന ആളുകൾ, പക്വത ചെന്ന ആളുകൾ, യഖൂലൂന ആമന്നാ ബിഹി, അവർ പറയുന്നു ആമന്നാ ബിഹി, ഞങ്ങൾ എന്താണ് മുഹ്കമായ ആയത്തുകളെ പോലെ, സ്പഷ്ടമായ ആയത്തുകളെ പോലെ, അവ്യക്തമായ മുത്തശാബിഹായ ആയത്തുകളെയും ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിൽ ഞങ്ങൾക്ക് സംശയമല്ല. ആമന്നാ ബിഹി, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ, ഇതൊക്കെ ഞങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് മാർഗദർശനമായി, ഞങ്ങൾക്ക് വിളക്കായി, ഞങ്ങൾക്ക് വെളിച്ചമായി ഇറക്കി തന്നതാണ്. കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. ചിന്തിക്കുന്ന ആളുകളല്ലാതെ, ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്കല്ലാതെ ഇത്തരം ആയത്തുകളിൽ നിന്ന് എന്താണ് ഒരു ദൃഷ്ടാന്തവും കിട്ടുകയില്ല. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ഒരുപാട് ആലോചിക്കാനും, ഒരുപാട് ചിന്തിക്കാനും, ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനും, സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനുമുണ്ട്. എന്നിട്ട് വറാസിഖൂന ഫിൽ ഇൽമി, ഇൽമിൽ പാകത ചെന്ന ആളുകൾ അവരെന്താണ്, അവരെ ആമന്നാ ബി കുല്ലും മിൻ ഇൻദി റബ്ബിന, അവർ ഇതൊക്കെ അംഗീകരിക്കുകയും അതൊക്കെ അള്ളാഹുവിന്റെ അപാരമായ ആയത്തുകളാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, പിന്നെ അവരുടെ പ്രാർത്ഥനയാണ് വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നത്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ, പടച്ചവനെ ലാ തുസിഉ ഖുലൂബനാ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വ്യതിചലിപ്പിക്കരുത്. അല്ലാഹുവിന്റെ, നമ്മൾ പറഞ്ഞു ലതീഫത്തുൻ റബ്ബാനിയ, ഹൃദയം എന്ന് പറഞ്ഞാൽ അല്ലാഹുവുമായി, ദൈവികമായി അല്ലാഹുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട, ഞാൻ ആദ്യം പറഞ്ഞ ഒരു പ്രാർത്ഥനയെ പോലെയുള്ള ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ, പടച്ചവനെ ഞങ്ങളുടെ ഹൃദയം, ഞങ്ങൾക്ക് പരിശുദ്ധമായ ദീനിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങൾക്കൊക്കെ ഈ സമയത്തുള്ളത്. അതുപോലെ ഞങ്ങളുടെ അന്ത്യശ്വാസം വലിക്കുന്നത് വരെ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണേ. ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അതിന് ഹിദായത്തിന്റെ മാർഗം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നീ ഹിദായത്ത് നിറച്ചിട്ടുണ്ട്, ഹിദായത്ത് ഞങ്ങളുടെ മനസ്സിൽ നീ തന്നിട്ടുണ്ട്. ആ ഹിദായത്തിന് ശേഷം ആ ഹിദായത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരവസ്ഥ പടച്ചവനെ ഞങ്ങൾക്ക് നീ നൽകരുത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹാബ്, നിന്റെ റഹ്മത്തുകൾ, നിന്റെ ഒരിക്കലും എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണമേ. ഇന്നക അൻതൽ വഹാബ്, നീ കയ്യും കണക്കുമില്ലാതെ, ഒരു പ്രത്യുപകാരവുമില്ലാതെ, ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ നൽകുന്നവനാണ്. ഈ പ്രാർത്ഥന വിശുദ്ധമായ ഖുർആൻ എടുത്തു പറയുന്നത്, ഈ പ്രാർത്ഥന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം, നമ്മുടെ മനസ്സ്, ആ മനസ്സ് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. ആ നിയന്ത്രണത്തിൽ പരിശുദ്ധമായ ദീനിലായ നിലയിൽ അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള പരിശുദ്ധമായ ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അന്ത്യനാളിൽ ചെല്ലുമ്പോൾ, അന്ത്യനാളിൽ നമ്മളൊക്കെ വിചാരണ ചെയ്യപ്പെടും. നമ്മളൊക്കെ ഒരു നന്മയും, നമ്മൾ എന്ത് കാര്യം ചെയ്താലും, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്താലുമൊക്കെ കൃത്യമായി അല്ലാഹു തആല അത് രേഖപ്പെടുത്തി വെക്കാൻ വേണ്ടി 2 മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, നന്മയും തിന്മയും എഴുതി വെക്കാൻ. ആ 2 മലക്കുകൾ നമ്മൾ പറഞ്ഞതൊക്കെ എഴുതി വെക്കും, നമ്മൾ ചെയ്തത് മുഴുവൻ എഴുതി വെക്കും, എല്ലാം അവർ രേഖപ്പെടുത്തി വെക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലുള്ള അതിന്റെ മർമ്മപ്രധാനമായ ഭാഗമാണ് ഇഖ്ലാസ്. നമ്മൾ എന്തിനു വേണ്ടി ചെയ്തു, നമ്മൾ എന്തിനു വേണ്ടി പറഞ്ഞു. നമ്മളിപ്പോ ഈ പരിശുദ്ധമായ സദസ്സിൽ ഒരുമിച്ച് കൂടിയത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഇൽമു പറയുന്ന, അള്ളാഹുവിന്റെ നൂറായ ഇൽമു പറയുന്ന, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ജീവനായ ഇൽമു പറയുന്ന ഒരു സദസ്സിൽ സംബന്ധിക്കുക എന്നുള്ള അതിനൊരുപാട് പുണ്യങ്ങൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
ആ പുണ്യങ്ങളൊക്കെ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത് എങ്കിൽ തീർച്ചയായും അല്ലാഹു തആല അത് സ്വീകരിക്കും. ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് നമുക്ക് മറ്റു വല്ല ഭൗതികമായ ലക്ഷ്യങ്ങളുമാണുള്ളത് എങ്കിലോ ഈ ഒരുമിച്ച് കൂടൽ നമുക്ക് ഒരിക്കലും ഫലപ്പെടുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നമ്മുടെ കർമ്മങ്ങളുടെ, നമ്മുടെ വാക്കുകളുടെ, നമ്മുടെ പ്രവർത്തികളുടെ ഒക്കെ അതിന്റെ മർമ്മപ്രധാനമായ ഇഖ്ലാസ്, ആ ഇഖ്ലാസ് അല്ലാഹുവിന് മാത്രമേ അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അത് നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഈ നേർത്ത റബ്ബാനിയായ നേർത്ത വസ്തുവിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ളതാണ്. അത് മലക്കുകൾക്ക് അത് കണ്ടെത്താൻ കഴിയില്ല. നമ്മുടെ ഇബാദത്തുകളിലെ ഇഖ്ലാസുകൾ മലക്കുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിൽ മഹ്ശറയിൽ മൂന്നാളുകൾ ആദ്യമായി വിചാരണക്ക് കൊണ്ടുവരപ്പെടുന്ന മൂന്നാളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിലാദ്യത്തെ ആള് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി രക്തസാക്ഷിയായ ആളാണ്. അയാൾ എന്താണ്? വലിയ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി രണ്ടാങ്കണത്തിലിറങ്ങി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ആളാണ്. ആ ഒരു പ്രതീക്ഷയോടുകൂടെ അയാൾ അള്ളാഹുവിന്റെ മുന്നിൽ വരുമെന്ന് അയാളെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെടും. അങ്ങനെ കൊണ്ടുവരപ്പെടുകയും അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ, അയാൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അയാളുടെ മുമ്പിൽ ഇങ്ങനെ വിവരിക്കപ്പെടും. എന്നിട്ട് അയാളോട് ചോദിക്കും, നിനക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തു തന്നു, നീ എന്താണ് എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ മനുഷ്യൻ ആ സന്ദർഭത്തിൽ പറയുന്നു, അല്ലാഹുവേ, നീ എനിക്ക് തന്ന ആരോഗ്യം, നീ എനിക്ക് തന്ന സമയം, അതുപോലെ തന്നെ നീ എനിക്കെന്താണ് തന്ന എണ്ണിക്കണക്കാക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്കൊക്കെ ശുക്ർ എന്ന നിലക്ക്, അതിനൊക്കെ നന്ദി എന്നുള്ള നിലക്ക് ഞാൻ നിന്റെ പരിശുദ്ധമായ കലിമത്തിനെ ഉയർത്താൻ വേണ്ടി, നിന്റെ പരിശുദ്ധമായ കലിമത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി രണാങ്കണത്തിലിറങ്ങി ശത്രുക്കളോട് അടരാടി ഞാൻ രക്തസാക്ഷിയായി. ഞാൻ എന്താണ്? ഒരു രക്തസാക്ഷിയാണ്, ഒരു ഷഹീദാണ്. ആ ഷഹീദായിട്ടാണ്, ആ പരിശുദ്ധമായ കർമ്മവുമായിട്ടാണ് അല്ലാഹുവേ ഞാൻ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദിബ്ത, നീ പറഞ്ഞത് കളവാണ്. രക്തസാക്ഷിയായ സ്വന്തം ജീവൻ അല്ലാഹുവിനു വേണ്ടി സമർപ്പിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധമായ സ്വർഗം വാങ്ങാൻ വേണ്ടി വന്ന മനുഷ്യനോട്, തന്റെ രക്തസാക്ഷിത്വത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്ന ആ മനുഷ്യനോട് അല്ലാഹു പറയുന്നത്, കദിബ്ത, നീ കളവാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ആലോചിക്കണം. നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ ആ കാര്യങ്ങളുടെ മർമ്മപ്രധാനമായ ഭാഗം പാലിച്ചുകൊണ്ടാണോ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന പാലിച്ചുകൊണ്ടാണോ നമ്മളത് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഒരുപാട് ധർമ്മങ്ങൾ ചെയ്യുന്നവരാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നത് പത്രത്തിൽ ഫോട്ടോ വരണമെന്നൊരു ഉദ്ദേശം നമുക്കതിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന, ഞങ്ങളുടെ മഹല്ല്, ഞാൻ വലിയൊരു ധർമ്മിഷ്ഠനാണ്, അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവനാണ് എന്ന് മറ്റുള്ളവർ പറയണമെന്ന് ഒരു ചെറിയ ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ആഗ്രഹത്തോടുകൂടെ നമ്മൾ ആ ചെയ്ത എല്ലാം നഷ്ടപ്പെട്ടു. ഒന്നും ഉണ്ടാവില്ല. പടച്ച റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോൾ രക്തസാക്ഷിയെ കൊണ്ടുവന്ന് അല്ലാഹു പറയാ, കദിബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ എന്താണ്? വലാകിന്നക ഖാതൽതലി അൻ യുഖാല ഹുവ ജരീഉൻ. നീ രണാങ്കണത്തിലിറങ്ങിയത് നിന്നെക്കുറിച്ച് വലിയ ധീരനാണ് എന്ന് ആളുകൾ പറയണം. അതായിരുന്നു നിന്റെ ആഗ്രഹം, അതായിരുന്നു നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു വിചാരം, അതായിരുന്നു. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു. അത് ദുന്യാവിൽ തന്നെ അത് കിട്ടി. നിന്നെക്കുറിച്ച് ഫ്ലക്സ് ബോർഡുകൾ വെച്ചു, നിന്നെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ രക്തസാക്ഷി എന്ന് എഴുതപ്പെട്ടു, നിന്റെ പേരിൽ ഒരുപാട് സദസ്സുകൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. പക്ഷേ ഫഖദ് ഖീൽ, അത് കഴിഞ്ഞു. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് രണ്ടാമത്തെ ഒരു മനുഷ്യനെ കൊണ്ടുവരുന്നതുമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അയാൾ എന്താണ്? വലിയ ആലിമായിരുന്നു, വലിയ പണ്ഡിതനായ ഒരാളെയും ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല കൊണ്ടുവരുമെന്നാണ്. എന്നിട്ട് അയാൾ
അയാൾക്ക് കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അയാളെ അനുസ്മരിപ്പിക്കും, അയാളെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് അല്ലാഹു തആല അയാളോട് ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു, പക്ഷേ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയായി നിന്റെ ജീവിതത്തിൽ നീ എന്താണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ആ മനുഷ്യൻ പറയുന്നു, തഅല്ലംതുൽ ഇൽമ വഅല്ലംതുഹു ഖറഅതു ഫീകൽ ഖുർആൻ. അല്ലാഹുവേ, എനിക്ക് ആയുസ് തന്നപ്പോ, എനിക്ക് ബുദ്ധി തന്നപ്പോ, എനിക്ക് ആരോഗ്യം തന്നപ്പോ, എനിക്ക് സമയം തന്നപ്പോ, എനിക്കെന്താണ് ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നപ്പോ, തഅല്ലംതുൽ ഇൽമ, നിന്റെ പരിശുദ്ധമായ നൂറായ ഇൽമിനെ ഞാൻ പഠിച്ചു. അതുപോലെ തന്നെ വഅല്ലംതുഹു, അതൊരുപാട് ആളുകളെ, എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കിന് ശിഷ്യന്മാർ എനിക്കുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യം. മാത്രമല്ല ഖറഅതുൽ ഖുർആൻ ഖറഅതു ഫീകൽ ഖുർആൻ, ഞാൻ ഖുർആൻ പഠിച്ച് നിനക്ക് വേണ്ടി ആ വിശുദ്ധമായ ഖുർആൻ ഞാൻ പാരായണം ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് ഖാല, അല്ലാഹു തആല അവനോട് പറയാം, കദിബ്ത വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമുൻ ഖറഅതൽ ഖുർആന ലിയുഖാല ഹുവ ഖാരിഉൻ ഫഖദ് ഖീൽ. നീ ഇൽമു പഠിച്ചത്, നീ പഠിപ്പിച്ചത്, നിനക്ക് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉണ്ടായത് എന്തിനു വേണ്ടിയാണ്? വലാകിന്നക തഅല്ലംത ലിയുഖാല ആലിമുൻ, നീ ഒരു വലിയ പണ്ഡിതനാണെന്ന്. നീ പ്രസംഗിച്ചത്, ആളുകളെ നന്നാക്കാൻ വേണ്ടി ദഅവത്ത് ചെയ്തത്, പള്ളിയിൽ ജോലി ചെയ്തത്. ലിയുഖാല ആലിമുൻ, അയാൾ വല്ലാത്തൊരു പണ്ഡിതൻ, അയാളുടെ പ്രസംഗം, അയാളുടെ വാക്കുകൾ, അയാളുടെ ഇൽമ് എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയണം. അതായിരുന്നു നിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം. മാത്രമല്ല വഖറഅതൽ ഖുർആൻ, നീ വിശുദ്ധമായ ഖുർആൻ, എന്റെ കലാമായ ഖുർആൻ നീ ഓതിയത് ആ കലാമിന്റെ പുണ്യം കിട്ടാൻ വേണ്ടിയല്ല, ആ കലാമിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയല്ല, ആ കലാമിന്റെ രഹസ്യങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് എന്നെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നില്ല. ലിയുഖാല ഹുവ ഖാരിഉൻ, നീ ഒരു ഓത്തുകാരനാണ്. സദാസമയം കണ്ടോ ഖുർആൻ നിലത്തുനിന്ന് വെക്കുന്നില്ല, കയ്യിൽ നിന്ന് വെക്കുന്നില്ല, എല്ലാ സമയത്തും അവൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ ഖത്മുകൾ ആഴ്ചയിൽ അവൻ ഖത്മ് തീർക്കുകയാണ്. അതൊക്കെ ആളുകൾ ഇങ്ങനെ പറയണം, വല്ലാത്തൊരു മനുഷ്യൻ, അയാൾ ഖുർആൻ ഓതുന്നത് കണ്ടോ, ഇതുപോലെ ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കലായിരുന്നു നിന്റെ ലക്ഷ്യം. ഫഖദ് ഖീൽ, നിന്നെക്കുറിച്ച് വലിയ ആലിമാണെന്ന് ആളുകൾ പറഞ്ഞു, നിന്നെക്കുറിച്ച് വലിയ ഓത്തുകാരനാണെന്ന് ജനങ്ങൾ പറഞ്ഞു, നിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, നിന്റെ നാട്ടുകാർ പറഞ്ഞു, നീ ജീവിച്ചിരിക്കുന്ന കാലത്തും മരിച്ച കാലത്തും മരിച്ചതിന് ശേഷമൊക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ കൂലി നിനക്ക് ദുന്യാവിൽ തന്നെ കിട്ടി. അള്ളാഹുവിന്റെ മലായിക്കത്ത് ഈ ഖുർആൻ ഓതിയത് മുഴുവൻ നന്മയുടെ ഗ്രന്ഥത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം അള്ളാഹുവിന്റെ മലായിക്കത്തിന് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ആ വിശുദ്ധി, ആ ഇഖ്ലാസിനെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു മനുഷ്യനെ കൊണ്ടുവരും. മൂന്നാമതായി, ആ മനുഷ്യൻ എന്താണ്? വലിയ ധർമ്മിഷ്ഠനായിരുന്നു, വലിയ സമ്പന്നനും ധർമ്മിഷ്ഠനുമാണ്. അവനെ കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല അവന് ചെയ്തു കൊടുത്ത നിഅമത്തുകളൊക്കെ അവനെ അനുസ്മരിപ്പിക്കും, അവനെ ഓർമ്മപ്പെടുത്തും. എന്നിട്ട് അവനോട് ചോദിക്കും, അല്ല, ഈ ഇത്രയും നിഅമത്തുകൾ ഞാൻ നിനക്ക് ചെയ്തു തന്നു, ആ നിഅമത്തുകൾക്ക് നിന്റെ ഭാഗത്തിൽ നിന്ന് എന്തൊരു ശുക്റാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പൊ അയാൾ പറയും, അല്ലാഹുവേ, ഞാൻ ഒരുപാട് ധർമ്മം ഞാൻ കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ പള്ളി, ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി കയറ്റുകയാണെന്ന് പറഞ്ഞപ്പോ ആ പള്ളിയിലേക്ക് വേണ്ട സിമന്റ് ഞാനാണ് കൊടുത്തത്, കല്ല് ഞാനാണ് കൊടുത്തത്, ആ പള്ളിയുടെ പകുതി പണം എന്റേതാണ്. ഞങ്ങളെ നാട്ടിലൊരു ഖബർസ്ഥാനം വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ സ്ഥലം ഞാൻ കൊടുത്തു. അല്ലെങ്കിൽ എനിക്ക് സ്ഥലമുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഖബർസ്ഥാനിന്റെ വില ഞാൻ കൊടുത്തു. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾ, ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് യതീമുകൾ ഉണ്ടായിരുന്നു, യതീം ഖാനകൾ ഞാൻ സഹായിച്ചു, യതീമുകളെ സഹായിച്ചു, അഗതികളെ സഹായിച്ചു. കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരുപാട് പണം കൊടുത്തുകൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതത്തിനൊരർത്ഥം ഞാൻ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ ഇവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ വിശദീകരിച്ച് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയാം, ഖാലാ കദിബ്ത, നീ പറഞ്ഞത് കളവാണ്. വലാകിന്നക ഫഅൽത ലിയുഖാല ഹുവ ജവാദ്, വലാകിന്നക ഫഅൽത ലിയുഖാല ജവാദ്,
നീ ഒരു വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവർ പറയണം. അതായിരുന്നു നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം. നീ പള്ളിക്ക് സഹായിച്ചപ്പോ, നീ പള്ളി നിർമ്മിച്ചപ്പോ, നീ പള്ളിക്ക് വേണ്ടി ഖബർസ്ഥാൻ വാങ്ങിയപ്പോ, പാവപ്പെട്ട കുട്ടികളെ സഹായിച്ചപ്പോ, മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോ, അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുത്തപ്പോ, നിന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരുന്നത് നീ എന്താണ്? യുഖാല ഹുവ ജവാദുൻ, നീ ധർമ്മിഷ്ഠനാണ്, അവൻ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവർ പറയണം. അതായിരുന്നു നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം. ഫഖദ് ഖീൽ, അത് പറയപ്പെട്ടു. 3 ആളുകളെ സംബന്ധിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊക്കെ നമ്മുടെ അമലുകൾ, നമ്മൾ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ ഇതിനൊക്കെ വേണ്ടിയാണോ ചെയ്തത്? തീർച്ചയായും അതിന്റെ കൂലി ഇവിടെ തന്നെ കിട്ടിപ്പോകും. അതിന്റെ കൂലി ആഖിറത്തിൽ കിട്ടേണ്ട സമയത്ത് നമുക്ക് കിട്ടൂല. അപ്പൊ അതുകൊണ്ട് മനസ്സെന്ന് പറയുന്നത്, മനസ്സിന്റെ വിചാരം എന്ന് പറയുന്നത്, ഏത് സമയത്തും നന്മകൾ ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ, നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മുടെ മനസ്സിങ്ങനെ വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. കാരണം മനസ്സ് അല്ലാഹു തആല എന്താണ് അതിനെ വ്യതിചലിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. മാത്രമല്ല നമ്മുടെ മനസ്സിൽ നമ്മുടെ ബദ്ധവൈരിയായ പിശാചിന് അല്ലാഹു തആല ഒരു സ്വാധീനം കൊടുത്തിട്ടുണ്ട്. പിശാചിന് അല്ലാഹു സ്വാധീനം കൊടുത്തിട്ടുണ്ട്, അല്ലേ? പിശാചിന് അല്ലാഹു നമ്മുടെ മനസ്സിൽ സ്വാധീനം കൊടുത്തിട്ടുണ്ട്. ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദമ ലനദറൂ ഇലാ മലകൂതിസ് സമാഇ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം ലനദറൂ ഇലാ മലകൂതിസ് സമാഇ. പിശാചിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരു ആധിപത്യം അല്ലാഹു തആല കൊടുത്തിട്ടില്ലെങ്കിൽ ലനദറൂ ഇലാ മലകൂതിസ് സമാഇ, വാനലോകത്തുള്ള അത്ഭുതങ്ങളിലേക്ക് ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നോക്കാൻ കഴിയുമായിരുന്നു. നമുക്കെന്താണ് വാനലോകത്തുള്ള അത്ഭുതങ്ങൾ കാണാൻ കഴിയാത്തത്? അല്ലാഹുവിന്റെ ആരിഫീങ്ങൾക്ക് അല്ലാഹു തആല അതിനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടക്കുന്ന മഹാന്മാരായ ഇതുപോലെയുള്ള എത്രയോ മഹാന്മാരായ ആളുകൾ, ആരിഫീങ്ങൾ, ഇവർക്ക് അല്ലാഹു തആല അവന്റെ മലക്കൂത്തിലേക്ക് നോക്കാനുള്ള കഴിവ് അവർക്ക് കൊടുത്തത് അവരുടെ മനസ്സിലുള്ള പിശാചിനെ അവർക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ്. ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. മനുഷ്യരുടെ ഹൃദയത്തിലൂടെ പിശാചിന്റെ ശക്തിയുണ്ട്, പിശാചിന്റെ തേരോട്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ വിശുദ്ധമായ ഖുർആനിൽ പിശാചിന്റെ വസ്വാസിനെ, അല്ലേ, ഏറ്റവും അവസാനത്തെ സൂറത്ത് അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഖുർആൻ അവസാനിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. ഖുർആൻ തുടങ്ങുന്നത് പോലെ തന്നെ അത് അവസാനിക്കുന്നത് ഹിദായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നത് എങ്കിൽ, ആ ഹിദായത്തിലേക്ക് നമ്മൾ നടക്കുമ്പോ, ആ ഹിദായത്തിലേക്കുള്ള നമ്മുടെ വഴിയിൽ മാർഗതടസ്സം നിൽക്കുന്ന പിശാചിന്റെ വസ്വാസുകളിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടിക്കൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ അവസാനിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലേ, നമ്മളൊരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളൊരു ചടങ്ങിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഈ പരിശുദ്ധമായ ചടങ്ങ് നമ്മൾ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യമായി ഫാത്തിഹ സൂറത്ത് ഓതും, എന്നിട്ട് ഇഖ്ലാസ് ഓതും, മുഅവ്വിദത്തൈൻ ഓതിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അത് വെറുതെ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല. പിശാചിന്റെ വസ്വാസ് അത് വല്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് തക്ബീർ കെട്ടി, ഏതൊരു നിസ്കാരമാണെങ്കിലും അള്ളാഹുവിന് വേണ്ടി വളരെ ഭക്തിയോടുകൂടെ പരിശുദ്ധമായ കഅബയിലേക്ക് നിന്ന് നമ്മൾ നിസ്കരിക്കാൻ. എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പ്രതിജ്ഞ എടുക്കാം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ എന്ന് പറഞ്ഞ വജ്ജഹ്തു എന്ന് പറയുന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ആ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സെവിടേക്കറും? ഒരു കച്ചവടക്കാരനാണെങ്കിൽ ഇപ്പോ എല്ലാ കച്ചവടവും ഭയങ്കര നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 500-ന്റെയും 1000-ന്റെയും നോട്ടൊക്കെ പിൻവലിച്ചപ്പോൾ ആർക്കും സാധനമൊന്നും വേണ്ട. 2000-ന്റെ നോട്ട്
കൊടുത്താൽ ചില്ലറ കൊടുക്കാനില്ല. ഞാൻ കോഴിക്കോട് ടൗണിലാണ്. എല്ലാ ഷോപ്പുകളും ഇപ്പോൾ ഒരു തിരക്കുമില്ല. ടൗണിൽ ആർക്കും ഒരു തിരക്കുമില്ല, കച്ചവടമില്ല, ഒക്കെ പകുതിയായി ചുരുങ്ങി. അപ്പൊ നിസ്കാരത്തിലേക്ക്, ളുഹർ നിസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് പടച്ചോനെ എൻ്റെ കാര്യം കഷ്ടാണല്ലോ, പണിക്കാർക്ക് കൂലി കൊടുക്കണം, 8ഉം 10ഉം ജോലിക്കാർ എൻ്റെ കടയിലുണ്ട്, എൻ്റെ ഹോട്ടലിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ടെക്സ്റ്റൈൽസിലുണ്ട്. പടച്ചോനെ വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കൂലി കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ പടച്ചോനെ വൈകുന്നേരമാകുമ്പോൾ ഓരോ ദിവസവും എൻ്റെ ബിൽഡിങ്ങിന്റെ ഓണർ വന്നുകൊണ്ട് റെന്റ് ചോദിക്കുമല്ലോ, അത് കൊടുക്കണമല്ലോ. ഞാൻ എവിടുന്ന് അത് ഉണ്ടാക്കുക? ളുഹർ നിസ്കാരത്തിന്റെ സമയത്താണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുന്നത്. അസ്ർ നിസ്കരിക്കുന്ന സമയത്താണ് അത് ആലോചിക്കുന്നത്. മഗ്രിബ് നിസ്കരിക്കുമ്പോ വീട്ടിലേക്ക് വേണ്ട സാധനം വരുന്ന സമയത്ത് ഭാര്യ പലതും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ വാങ്ങിക്കൊടുക്കാനുള്ള ലിസ്റ്റ് ഉണ്ടാക്കല് ആ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്താണ്. അങ്ങനെ ഓരോ നിസ്കാരത്തിന്റെ സമയത്തും വ്യത്യസ്തങ്ങളായ ചിന്തകൾ. ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് ആരാണ്? പിശാചാണ്. കാരണം പിശാചിന് അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിൽ മാത്രം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അമൽ ചെയ്യുക എന്നുള്ളത് പിശാച് ഒരിക്കലും അംഗീകരിക്കാത്തൊരു സംഗതിയാണ്. അതുകൊണ്ട് അവൻ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവൻ നമ്മുടെ മനസ്സിൽ പല പല ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കും. ഓരോ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതിനെക്കുറിച്ച്, അതിന്റെ ലാഭവും നഷ്ടവും ഛേദവും ഒക്കെ കണക്ക് കൂട്ടുന്നത് നിസ്കാരത്തിലും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളൊരു ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് പിശാച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് നമ്മൾ എന്താണ് വളരെ ആത്മാർത്ഥമായി ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പിശാച് നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് നിന്റെ ഫോട്ടോ, ആ ഫോട്ടോ ഒന്ന് പത്രത്തിൽ വരണം, ആ ഫോട്ടോ പത്രത്തിൽ വരുമ്പോൾ ആളുകളൊക്കെ എന്നെ കുറിച്ചൊന്ന് കാണണം എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കാണണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്നത് പിശാചാണ്. അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ എന്താണ്? മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആ പിശാചിങ്ങനെ പല രീതിയിലുള്ള വസ്വാസുകളും കൊണ്ടുവന്നിടും. അപ്പൊ അള്ളാഹുവിന് ശക്തിയുള്ളതുപോലെ പിശാചിനും നമ്മുടെ മനസ്സിൽ എന്താണ്? ശക്തിയുണ്ട്. പിശാച് നമ്മുടെ മനസ്സിൽ ഏത് സമയത്തും എന്താണ്? ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ ഹൃദയത്തെ കുറിച്ച് പറഞ്ഞ ആ നിർവചനത്തിൽ റബ്ബാനിയ, റബ്ബിന്റെ ആധിപത്യം എന്ന് പറഞ്ഞതുപോലെ റബ്ബിന്റെ ആളുകൾക്കും നമ്മുടെ മനസ്സിൽ ഒരു ആധിപത്യം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൽ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ, മനുഷ്യരുടെ ഹൃദയത്തിന്റെ വികാരങ്ങളെ കണ്ടു മനസ്സിലാക്കാനുള്ള കഴിവ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില സന്ദർഭങ്ങളിൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളൽ, നബിയെ ഏറ്റവും നല്ല അമൽ ഏതാണ്? ഏറ്റവും നല്ല അമൽ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, നീ ദേഷ്യപ്പെടാതിരിക്കുക, നീ ചെയ്യേണ്ട ഏറ്റവും നല്ല കാരണം റസൂൽ അയാളുടെ മനസ്സിൽ നോക്കിയാണ് അയാൾക്ക് ഏറ്റവും നല്ല അമല് പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ എന്താണ് കണ്ടതിനും കേട്ടതിനും വീട്ടിലും ഭാര്യമാരോടും മക്കളോടും നാട്ടിലിറങ്ങിയാൽ എല്ലാവരോടും ദേഷ്യപ്പെട്ട്, എല്ലാവരോടും തെറ്റിയും വൈരത്തോടുകൂടെയും ദേഷ്യത്തോടുകൂടെയും നടക്കുന്ന ആളാകും. അപ്പൊ റസൂൽ അയാളുടെ സ്വഭാവം അയാളുടെ മനസ്സിൽ നിന്ന് വായിച്ചെടുത്ത് പറയാണ്, നീ എന്താണ് ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടണ്ട, എനിക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴി പറഞ്ഞു തരൂ, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. വീണ്ടും 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 അയാൾ ചോദിച്ചപ്പോ ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടരുത്. പിന്നെ മറ്റൊരാൾ വന്നുകൊണ്ട് പുണ്യ നബിയോട് ചോദിക്കുന്നത്, അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏറ്റവും പുണ്യമായ അമൽ ഏതാണെന്ന് ചോദിച്ചപ്പോ അയാളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, ഏറ്റവും ബാങ്ക് കൊടുത്ത് ഉടനെ നിസ്കരിക്കുക. കാരണം അയാളുടെ സ്വഭാവം ളുഹർ ബാങ്ക് കൊടുക്കുന്നത് 12:13 കുറച്ച് കഴിയട്ടെ, ഏതായാലും 3:15 വരെ അല്ലെങ്കിൽ 3:30 വരെ സമയമുണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു 3-5 മിനിറ്റ് അങ്ങനെ പിന്തിച്ചു കൊണ്ടുപോകുന്ന സ്വഭാവക്കാരനാണ്. അങ്ങനെ അവസാനം അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പോയാണ്ട് നിസ്കരിക്കുന്ന ആളായിരിക്കും. അപ്പൊ അയാൾ ഏറ്റവും ചെയ്യേണ്ട കാര്യം, ചില ആളുകളോട് ചോദിക്കുന്നത് അയ്യുൽ അമാലി അഫ്ളലു, ഏറ്റവും നല്ല അമൽ ഏതാണെന്ന് പുണ്യ നബിയോട് ചോദിച്ചപ്പോ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അയാളോട് പറഞ്ഞത് അസ്വദഖ, നീ സ്വതക്ക ചെയ്യണം. അയാൾ ഒരു പിശുക്കനായിരിക്കും, അയാൾക്ക് കൊടുക്കാൻ കൈ നീളൂല, വലിയ പ്രയാസമായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും മനസ്സറിഞ്ഞുകൊണ്ട് ചികിത്സിക്കുന്ന ഒരു സ്വഭാവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിനൊരു മികച്ച ഉദാഹരണം 2 ഹദീസുകൾ കൂടി, 2 സംഭവങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവസാനിപ്പിക്കാം. ഒരു യുദ്ധം, ശക്തമായ യുദ്ധം നടക്കുകയാണ്. ശക്തമായ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യനെ ചൂണ്ടി. എന്നിട്ട് അയാളെ സംബന്ധിച്ച് ഹുവ മിൻ അഹ്ലിന്നാർ, മുസ്ലിമീങ്ങളുടെ പക്ഷത്താണ്. മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ള ആ മനുഷ്യനെ ചൂണ്ടി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഹുവ മിൻ അഹ്ലിന്നാർ, അയാൾ നരകാവകാശിയാണ്. സ്വഹാബികളൊക്കെ സ്തബ്ധരായി പോയി. നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ ഇറങ്ങാൻ വന്ന ഒരാളെ കുറിച്ച് പുണ്യനബി പറയുകയോ ഹുവ ഫിന്നാർ. പിറ്റേ ദിവസം യുദ്ധം നടന്നു, ശക്തമായ യുദ്ധം നടന്നപ്പോ മുസ്ലിമീങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ശത്രുക്കൾക്കെതിരെ ധീരമായി അയാൾ പോരാടി. ഒരുപാട് ശത്രുക്കളെ അയാൾ വകവരുത്തി. സ്വഹാബികളൊക്കെ ഇയാളുടെ ഈ ധീരമായ മുന്നേറ്റവും പോരാട്ടവും കണ്ടു പ്രവാചകനോട് പറഞ്ഞു, അല്ല നബിയെ, നിങ്ങൾ ഇന്നലെ നരകാവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യൻ ഇന്നയാളിതാ അതിശക്തമായ മുസ്ലിമീങ്ങളുടെ യുദ്ധത്തിന്റെ അണിയിൽ മുന്നിൽ നിന്നുകൊണ്ട് ധീരമായി പോരാടുകയും ഒരുപാട് ശത്രുക്കളെ, ഇസ്ലാമിന്റെ ശത്രുക്കളെ വധിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹുവ ഫിന്നാർ, അയാൾ നരകാവകാശിയാണ്. ഇത് കേട്ടപ്പോ ഇങ്ങനെ പരിശുദ്ധമായ ദീനിനു വേണ്ടി അതിശക്തമായി പോരാടിയ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ഈ മനുഷ്യനെ സംബന്ധിച്ച് നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ അവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പല ആളുകളും മുർത്തദ്ദായി പോകാൻ വരെ കാരണമായി. ഈ ദീനിൽ നിന്നാൽ ഇതാണോ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്നവരൊക്കെ വിചാരിച്ചു. അവരൊക്കെ പല ആളുകളും അവരുടെ മനസ്സിലൊക്കെ എന്താണ് ഈ റസൂൽ പറയുന്നത്, എന്താണ് ഇയാൾ പറയുന്നത്, ഇങ്ങനെ ഒരാളെ കുറിച്ച് പറയാൻ പറ്റുമോ? അങ്ങനെ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇയാളെ കുറിച്ച് കിട്ടുന്ന വാർത്ത, അയാൾ യുദ്ധത്തിൽ പോരാടി, അയാൾക്ക് യുദ്ധത്തിൽ മുറിവേറ്റു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ അയാൾ എന്താണ്, സ്വന്തം വാളെടുത്തുകൊണ്ട് നെഞ്ചിലിറക്കി ആത്മഹത്യ ചെയ്തു. അയാളുടെ മനസ്സിൽ ഈ പോരാട്ടം കൊണ്ട് അയാൾ ഒരിക്കലും ഉദ്ദേശിച്ചത് അള്ളാഹുവിന്റെ കലിമത്തിന്റെ ഇഅ്ലാഇനെയായിരുന്നില്ല, അള്ളാഹുവിന്റെ ദീനിന്റെ സംസ്ഥാപനത്തെ ആയിരുന്നില്ല. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലിമത്തുകൾക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശയങ്ങൾക്ക് വേണ്ടി ആയിരുന്നില്ല അയാൾ പോരാടിയത്. അയാളുടെ മനസ്സിലുണ്ടായിരുന്നത് ദുരുദ്ദേശമായിരുന്നു. അല്ലാഹു തആല ആ ദുരുദ്ദേശം അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ആ വാർത്ത അറിഞ്ഞു സ്വഹാബികൾ ഈ മനുഷ്യന്റെ ഈ മോശപ്പെട്ട അന്ത്യത്തെക്കുറിച്ച് മഹാന്മാരായ സ്വഹാബികൾ വന്നുകൊണ്ട് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ, റളീനാ ബില്ലാഹി റബ്ബാ, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു, റളീനാ ബില്ലാഹി റബ്ബാ, അല്ലാഹുവിനെ ഞങ്ങൾ രക്ഷിതാവായി ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ, പരിശുദ്ധമായ ഇസ്ലാമിനെ ദീനായി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ നബിയായി അംഗീകരിച്ചിരിക്കുന്നു, റസൂലായി അംഗീകരിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് സംശയമല്ല. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന സന്ദർഭത്തിൽ തക്ബീർ മൊഴിഞ്ഞു. അയാളുടെ മനസ്സിലുള്ള വിചാരം റബ്ബാനിയാണ്. അല്ലാഹു തആല അത് അറിയിച്ചു കൊടുത്തതുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുകയാണ്. റജഅനാ മിൻ ഗസ്വതി തബൂക മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ തബൂക്ക് യുദ്ധത്തിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഫഖാല, ആ സന്ദർഭത്തിൽ ഞങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് പുണ്യനബി ഒരു ഉപദേശം നടത്തി. ആ ഉപദേശത്തിൽ പുണ്യനബി ഞങ്ങളോട് പറയുന്നു, ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീന, നമ്മളോടുകൂടെ യുദ്ധത്തിന് പോരാൻ, തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ മദീനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്ന അഖ്വാമൻ ഖൽഫനാ ബിൽ മദീന,
മദീനയിൽ നിന്ന് ഒരു വിഭാഗം ആളുകളുണ്ട്. മാ സലക്നാ ശിഅബൻ വലാ വാദിയൻ ഇല്ലാ വഹും മഅനാ. മാ സലക്നാ വാദിയൻ മാ സലക്നാ ശിഅബാ. നമ്മളൊരു മലഞ്ചരിവും താണ്ടിയിട്ടില്ല, നമ്മളൊരു താഴ്വരയും താണ്ടിയിട്ടില്ല. വലാ വാദിയൻ, അതുപോലെ തന്നെ ഒരു പ്രയാസം നിറഞ്ഞ വഴികളിലൂടെയും നമ്മൾ നടന്നിട്ടില്ല. ഇല്ലാ വഹും മഅനാ, അവർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടല്ലാതെ. നമ്മുടെ കൂടെ അവർ യുദ്ധത്തിന് പോന്നിട്ടില്ല. നമ്മൾ തബൂക്കിലേക്ക് പരിശുദ്ധമായ മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി നമ്മൾ യുദ്ധം ചെയ്തു. ഒരുപാട് മലകൾ താണ്ടി, ഒരുപാട് താഴ്വരകൾ താണ്ടി കടന്നു പോയിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്തത്. അതൊന്നും എന്താണ്, അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് പോരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവരുടെ മനസ്സുകൊണ്ട് അവർ തബൂക്കിന്റെ രണാങ്കണത്തിൽ അവരിറങ്ങി. അവരുടെ മനസ്സുകൊണ്ട് യുദ്ധത്തിന് എന്തൊക്കെ ക്ലേശങ്ങളുണ്ടോ ആ ക്ലേശങ്ങളെ കുറിച്ചൊക്കെ അവര് ഹബസഹുമുൽ ഉദ്ർ, അവർക്ക് പ്രതിബന്ധങ്ങളുണ്ട്, അവർക്ക് രോഗം കാരണമാണ് വരാൻ പറ്റാതിരുന്നത്. അവരുടെ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മനസ്സ് നമ്മുടെ കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ അല്ലാഹു തആല തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത കൂലി ആ മഹാന്മാരായ ആളുകൾക്കാണ് കൊടുത്തു. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ മനസ്സിന്റെ ശുദ്ധി. ആ മനസ്സിലേക്കാണ് അല്ലാഹു തആല നോക്കുന്നത്. നമ്മുടെ തടിമിടുക്കിലേക്ക് അല്ലാഹുവിന്റെ നോട്ടമില്ല. നമ്മുടെ കർമ്മങ്ങൾ ഒരുപാട് സമയം നമ്മൾ എന്താണ് സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ അൽ ബഖറയും ഒക്കെ ഓതി നമ്മൾ നിസ്കരിച്ചു. മണിക്കൂറുകളോളം വിശുദ്ധ ഖുർആൻ ഓതി നമ്മൾ നിസ്കരിച്ചു. അതുകൊണ്ട് കാര്യമില്ല. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ തടിമിടുക്ക്, നിങ്ങളുടെ ആകാര സൗഷ്ഠവം, അതിന് അല്ലാഹുവിന് ആവശ്യമില്ല. നിങ്ങൾക്ക് മനോഹരമായ രൂപം, ആ രൂപത്തിലേക്കും അല്ലാഹുവിന്റെ നോട്ടമില്ല. മറിച്ച് അല്ലാഹു നോക്കുന്നത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടമുള്ളത്. ആ ഹൃദയം, നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണോ, നിങ്ങൾ നോമ്പ് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണോ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ എങ്ങനെയാണോ, അവിടെയാണ് നിങ്ങൾ അല്ലാഹുവിന്റെ നോട്ടം പതിയുന്നത്. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഒരു കാര്യമല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അമലുകൾ, ആ അമലിന്റെ വിശുദ്ധി, ആ വിശുദ്ധിയിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്, ഹൃദയം വലിയൊരു സംഭവമാണ്, വലിയ അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ കാതിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ കയ്യിനെ നിയന്ത്രിക്കുന്നത്, കാലിനെ നിയന്ത്രിക്കുന്നത്, നമ്മുടെ ബാഹ്യവും ആന്തരികവുമായ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് എന്താണ്? ഒരു സംഗതിയെ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് നോക്കുക, അല്ലേ? നമുക്ക് ആഗ്രഹമൊന്നുമില്ല. ഒട്ടും കാണാൻ കൊള്ളാത്തൊരു പെണ്ണ് നടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒട്ടും ആ പെണ്ണിനോട് ആഗ്രഹമല്ല. നമ്മുടെ കണ്ണ് അങ്ങോട്ട് നോക്കൂല, നമ്മുടെ കണ്ണ് നോക്കൂല. നമുക്കൊരു സംഗതി പറയാൻ ഒട്ടും ഇഷ്ടമല്ല, നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നേയില്ല, നമ്മുടെ നാവ് പൊന്തൂല നമുക്ക്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. അതുപോലെ തന്നെ നമ്മളെന്താണ് ഒരു കൈ കൊണ്ട് എഴുതുന്നത്, അതുപോലെ തന്നെ ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്, അത് നമ്മുടെ മനസ്സിലുള്ള ആശയാണ്, അല്ലേ? നമ്മളൊക്കെ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. നമ്മുടെ മനസ്സിലൊരു ആശയം, ഒരാളോടുള്ള എതിർപ്പ്, അല്ലെങ്കിൽ ഒരാശയം നമ്മളുടെ എന്താവട്ടെ, അത് നന്മയാവട്ടെ തിന്മയാവട്ടെ, നമ്മുടെ മനസ്സ് നമ്മളോട് പറയുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ, നമ്മുടെ വിരലുകളിലൂടെ അത് വാക്കുകളായി പുറത്തു വരികയാണ്. നമ്മുടെ മനസ്സാണ്. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹമില്ലാത്ത സ്ഥലത്തേക്ക് നമുക്ക് നടക്കാൻ പറ്റൂല, നമുക്ക് പോകാൻ കഴിയില്ല, നമ്മുടെ കാലങ്ങോട്ട് നടക്കാൻ സമ്മതിക്കൂല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ഒരു കിങ്, ഒരു രാജാവിന്റെ, ഒരു മലിക്കിന്റെ സ്ഥാനത്താണ് മഹാന്മാരായ ആൾ. അങ്ങനെയാണ് മനുഷ്യന്റെ ഹൃദയത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. അൽ ഖൽബു ഹുവൽ മലിക്. ഹൃദയം എന്ന് പറയുന്നത് അത് നമ്മുടെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു രാജാവാണ്. അതുകൊണ്ട് ആ ഹൃദയം നന്നാവണം. ആ ഹൃദയത്തെ ചൂണ്ടിയാണ്, ആ ഹൃദയത്തിന്റെ നന്മ. വേറെ എവിടെ നന്മ ഉണ്ടായിട്ടും കാര്യമില്ല, വേറെ എവിടെയും നന്മ ഉണ്ടാകാൻ കഴിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ
നെഞ്ചിലേക്ക് ചൂണ്ടി 3 തവണ നെഞ്ചിലേക്ക് ചൂണ്ടി അത്തഖ്വ ഹാഹുന, തഖ്വ നിങ്ങളുടെ തലയിലല്ല, നിങ്ങളുടെ കണ്ണിലല്ല, നിങ്ങളുടെ കാലിലല്ല, നിങ്ങളുടെ പ്രകടനങ്ങളിലല്ല. അത്തഖ്വ ഹാഹുന വഅശാറ ഇലാ സദ്രിഹി 3 മർറാത്തിൻ, 3 തവണ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് ചൂണ്ടി, നെഞ്ചിലേക്ക് ചൂണ്ടി. അത്തഖ്വ ഹാഹുന, തഖ്വയുള്ളത്, ഭക്തിയുള്ളത് ഇവിടെയാണ്, അവിടെയാണ് നമ്മൾ നന്നാക്കേണ്ടത്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അലാ വ ഇന്ന ഫിൽ ജസദി മുളഗതൻ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു അലാ വഹിയൽ ഖൽബ്. അലാ വ ഇന്ന ഫിൽ ജസദി മുളഗതൻ, നിങ്ങളുടെയൊക്കെ ശരീരത്തിൽ എന്താണ്? ഒരു മാംസക്കട്ടയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ എന്താണ് 250-300 ഗ്രാം വരെ തൂക്കം വരാവുന്ന ഒരു മാംസക്കട്ട. ഇദാ സ്വലുഹത് സ്വലുഹൽ ജസദു കുല്ലു, ആ മാംസക്കട്ട നന്നായിട്ടുണ്ടെങ്കിൽ ശരീരം മുഴുവൻ നന്നായി. വൈദാ ഫസദത്, ആ മാംസക്കട്ട എങ്ങാനും മോശപ്പെട്ടാലോ, ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്, നിങ്ങളുടെ ശരീരം മുഴുവൻ മോശപ്പെട്ടു പോകും. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഹൃദയത്തെ നന്നാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് നാം അന്വേഷിക്കുക. ആ ഹൃദയത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ പരിശോധിച്ചാൽ, അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ. ഖദ് അഫ്ലഹ മൻ തസക്കാ വദകറ ഇസ്മ റബ്ബിഹി ഫസല്ലാ, ഹൃദയത്തിന്റെ ഹൃദയവിശുദ്ധിയുടെ പ്രസക്തിയെ സംബന്ധിച്ച് വിശുദ്ധമായ ഖുർആൻ പറയാൻ, ഖദ് അഫ്ലഹ മൻ തസക്കാ, വിജയിക്കുന്നവരൊക്കെ വിജയിച്ചിരിക്കുന്നത് ഹൃദയത്തെ വിശുദ്ധമാക്കിയത് കൊണ്ടാണ്. അതുപോലെ തന്നെ സൂറത്തു ഷംസ് നമുക്കൊക്കെ മനഃപ്പാടമുള്ള വളരെ ചെറിയ സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹു തആല വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു ആശയത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളെ, പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് അങ്ങനെ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ശൈലി. വത്തീനി വസ്സൈതൂൻ വൽ ഫജ്രി വലയാലിൻ അശ്ർ, നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുകളാണ്. വത്തീനി വസ്സൈതൂൻ വൽ ഫജ്രി വലയാലിൻ അശ്ർ, വളരെ പ്രധാനപ്പെട്ട, എല്ലാവരെയും സത്യവിശ്വാസികളെ ആ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. അല്ലാഹു തആല വശംസി വളുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഗ്ശാഹാ വസ്സമാഇ വമാ ബനാഹാ والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها. വശംസി, സൂര്യനെ സത്യം ചെയ്തുകൊണ്ട്, ചന്ദ്രനെ സത്യം ചെയ്തുകൊണ്ട്, സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ പ്രകാശത്തെയും അതിന്റെ ശോഭകളെയും സത്യം ചെയ്തുകൊണ്ട്, രാവിനെ പകലിനെ സത്യം ചെയ്തുകൊണ്ട്, വന്നഹാരി, അങ്ങനെ ഓരോ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ അതിനെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല അവസാനമായി പറയുന്നത് ഖദ് അഫ്ലഹ മൻ സക്കാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ വനഫ്സിൻ വമാ സവ്വാഹാ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാ. നന്മയുടെ മാർഗം, തിന്മയുടെ വഴി നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നിട്ടു. വഹദൈനാഹുൻ നജ്ദൈൻ, വഹദൈനാഹുൻ നജ്ദൈൻ, 2 വഴി നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല തുറന്നിട്ടിട്ടുണ്ട്. ആ 2 വഴിയിലൂടെ ഏതിലൂടെയും നമുക്ക് സഞ്ചരിക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം അല്ലാഹു തആല നമുക്ക് തന്നു.
അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന് നന്മയുടെയും തിന്മയുടെയും വികാരങ്ങളും വിചാരങ്ങളും അല്ലാഹു തആല നമ്മുടെ മനസ്സിൽ വെച്ചു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ, നന്മയുടെ വഴിയിലൂടെ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധമാക്കിയവൻ, ഹൃദയത്തെ വിമലീകരിച്ചെടുത്തവൻ, അവൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, തിന്മയുടെ വഴി തെരഞ്ഞെടുത്ത് ഹൃദയത്തെ മലിനപ്പെടുത്തിയവനോ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധമാക്കേണ്ടത്? വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ. രണ്ട് രീതിയിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ശുദ്ധമാക്കാൻ കഴിയും. രണ്ട് രീതിയിലാണ് നമ്മുടെ മനസ്സിനെ വിമലീകരിക്കേണ്ടത്. ഒന്നാമതായി സൽക്കർമ്മങ്ങൾ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, ഓരോ സൽക്കർമ്മങ്ങളുടെയും ആന്തരികമായ മാനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ അമലാണ് 5 വക്ത് നിസ്കാരം. ബുദ്ധി അവശേഷിക്കുന്ന കാലത്തോളം, സ്ത്രീകളാണെങ്കിൽ ശുദ്ധിയുള്ള സമയത്തൊക്കെ നിസ്കാരം ഒരു മനുഷ്യനിൽ നിന്ന് ഒഴിവാകുന്നില്ല. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ ഇരുന്ന് നിസ്കരിക്കാം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്തവൻ കിടന്ന് നിസ്കരിക്കാം, അതിന് കഴിയാത്തവൻ ആംഗ്യം കാണിക്കുക. ഒന്നിനും കഴിയൂലെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിച്ചെങ്കിലും നിസ്കരിക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധി അവശേഷിക്കുന്ന കാലത്തോളം നിസ്കാരം നമുക്ക് ഒഴിവാകുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഈ നിസ്കാരം അല്ലാഹു തആല 5 വക്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള നിർബന്ധവും ഐച്ഛികവുമായ നിസ്കാരങ്ങൾ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയത്? അഖിമിസ് സ്വലാത്ത തുറഫൈൻ നഹാരി വസുലഫം മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്. അഖിമിസ് സ്വലാത്ത, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. തുറഫൈൻ നഹാർ, ശുദ്ധമായ ഖുർആൻ അഖിമിസ് സ്വലാത്ത തുറഫൈൻ നഹാർ, പകലിന്റെ 2 അറ്റങ്ങളിൽ നിങ്ങൾ നിസ്കരിക്കണം. വസുലഫം മിനൽ ലൈൽ, രാത്രിയിലുള്ള 3 സമയങ്ങളിലൊന്നും നിങ്ങൾ നിസ്കരിക്കണം. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്, നിങ്ങൾ ചെയ്യുന്ന ഈ നിസ്കാരം എന്ന് പറയുന്ന ഈ സൽക്കർമ്മമുണ്ടല്ലോ, യുദ്ഹിബുനസ് സയ്യിആത്, നിങ്ങളുടെ മനസ്സിനെ കളങ്കപ്പെടുത്തിയ ദോഷങ്ങൾ, ആ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ വേണ്ടിയാണ് 5 വക്ത് നിസ്കാരം നിങ്ങൾക്ക് അല്ലാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കാരത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു വാക്യമാണിത്. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തെറ്റായ കാര്യങ്ങൾ, മ്ലേച്ഛമായ സ്വഭാവങ്ങൾ, ആ സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നിസ്കാരം നിലനിർത്തുന്ന ആളുകൾക്ക് മുക്തിയുണ്ട്. നമ്മളൊക്കെ 5 വക്ത് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകളാണ്. 5 വക്ത് നിസ്കാരം നിസ്കരിക്കുമ്പോ ആ നിസ്കാരങ്ങൾ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ആ നിസ്കാരത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ആ നിസ്കാരം എത്തിയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറാത്ത്. ഒരു ഉപമയിലൂടെ നിസ്കാരത്തിന്റെ മഹത്വം പുണ്യ റസൂൽ പഠിപ്പിക്കുകയാണ്. ലൗ അന്ന നഹ്റൻ ബിബാബി അഹദികും, നിങ്ങളുടെയൊക്കെ വാതിലിന് അടുത്തുകൂടി ഒരു പുഴ, ഒരു അരുവി ഒഴുകുന്നുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. യഗ്തസിലു മിൻഹു കുല്ല യൗമിൻ 5 മർറ, ആ അരുവിയിൽ നിന്ന് 5 തവണ ഓരോ ദിവസവും നിങ്ങൾ കുളിക്കുന്നു. എന്നാൽ ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഅ്, അവന്റെ ശരീരത്തിലും അവന്റെ വസ്ത്രത്തിലും എന്തെങ്കിലും ഒരു മാലിന്യം, ഒരു മ്ലേച്ഛമായ വസ്തു ഉണ്ടാകുമോ? 5 സമയം അവന്റെ വീടിന്റെ അടുത്തുകൂടി ഒഴുകിപ്പോകുന്ന
നദിയിലിറങ്ങി കുളിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാകോ? വേർപ്പിന്റെ ദുർഗന്ധം ഉണ്ടാകോ? ഒന്നും ഉണ്ടാവില്ല. വളരെ ക്ലീൻ ആയിരിക്കും അയാളുടെ ശരീരം. അതുപോലെയാണ് നിങ്ങളുടെ നിസ്കാരം എന്ന് പറയുന്നത്. സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, ഞങ്ങളുടെ ശരീരത്തിൽ ഒരു അഴുക്കും മാലിന്യവും ഉണ്ടാകുകയില്ല. ഇതുപോലെയാണ് 5 വക്ത് നിസ്കാരം എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളൊക്കെ ആ 5 വക്ത് നിസ്കാരം കാരണം അല്ലാഹു തആല പുറത്തു തരും. അല്ലാഹു തആല അത് നിങ്ങളുടെ മനസ്സിന് വിശുദ്ധി നൽകും. നിങ്ങളുടെ ദോഷങ്ങളാണ് നമ്മുടെ മനസ്സിനെ അവിശുദ്ധമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളുടെ മനസ്സിൽ അതൊരു കറുത്ത പുള്ളിയായി, ഒരു കറുത്ത പാടായി ഭവിക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കറുത്ത പാട് യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ, ആ കറുത്ത പാടിനെ അല്ലാഹു തആല 5 വക്ത് നിസ്കാരം കൊണ്ട് 5 നേരത്ത് കുളിച്ച് വൃത്തിയാകുന്നവനെ പോലെ 5 വക്ത് നിസ്കാരം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ സ്വഹാബികൾ ഒരു ദിവസം ഇതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന ഒരാൾക്ക് 5 വക്ത് നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരു തെറ്റും ചെയ്യാൻ കഴിയില്ല എന്ന് റസൂൽ ഇങ്ങനെ സ്വഹാബികളോട് പറഞ്ഞപ്പോ സ്വഹാബികൾ എന്താണ് വന്നുകൊണ്ട് റസൂലിനോട് ഒരാളെ കുറിച്ച് പരാതി പറഞ്ഞു. കാന ഫതം മിനൽ അൻസാരി യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യദ്ഉ ശൈഅൻ മിനൽ ഫവാഹിഷി വസ്സരികതി ഇല്ലാ റകബഹു. ഒരു ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വന്ന് നിസ്കരിക്കും. 5 വക്ത് നിസ്കരിക്കാൻ റസൂലിന്റെ പിന്നിലുണ്ടാകും. തോന്നിവാസം മുഴുവൻ ചെയ്യാനും അയാളുണ്ടാവും. നിസ്കാരം കഴിഞ്ഞ വലാ യദ്ഉ ശൈഅൻ മിനൽ ഫവാഹിഷി, കള്ളു കുടിക്കുന്നിടത്ത് അയാളുണ്ടാവും, വ്യഭിചരിക്കുന്നിടത്ത് അയാളുണ്ടാകും, കളവ് നടത്തുന്നിടത്ത് അയാളുണ്ടാകും, കൊള്ളയടിക്കുന്നിടത്ത് അയാളുണ്ടാകും. എന്തൊക്കെ തോന്നിവാസമുണ്ടോ മുഴുവൻ അയാൾ ചെയ്യുന്നു. അങ്ങനത്തെ 5 വക്ത് നിസ്കാരം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വന്ന് നിസ്കരിക്കുകയാണ്. അങ്ങനത്തെ ഒരാളെ കുറിച്ച് സഹാബികൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. ഫഖാല ഇന്ന സ്വലാത്ത സതൻഹാഹു, അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, ഇന്ന സ്വലാത്ത, അയാൾ ഈ നിസ്കരിക്കുന്ന 5 വക്ത് നിസ്കാരമുണ്ടല്ലോ, തൻഹാഹു, അയാൾ ആ തെറ്റിൽ നിന്ന് പിന്മാറ്റുക തന്നെ ചെയ്യും. ഫലം യൽബസ് അൻ ത്വാബ വസ്വലഹത് ഹാലുഹു, താമസിയാതെ പിന്നെ അയാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ വാർത്ത എന്താ? ഫലം യൽബസ് അൻ താബ, അയാള് ഈ നിസ്കാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അയാൾ തൗബ ചെയ്യാൻ വേണ്ടി വന്നു. അയാളുടെ നിസ്കാരം അയാളെ ശുദ്ധമായ വഴിയിലേക്ക് അയാളെ കൊണ്ടെത്തിച്ചു. 5 വക്ത് നിസ്കാരം കൃത്യമായി നമ്മൾ ജീവിതത്തിൽ പുലർത്തിയാൽ, തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും അയാൾക്കൊരു ഹിദായത്തിന്റെ, മനഃശുദ്ധിയുടെ വഴിയിലേക്ക്, തൗബയുടെ വഴിയിലേക്ക് അയാൾക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഇയാൾ തൗബ ചെയ്തുകൊണ്ട് ഹിദായത്തിന്റെ, മനഃശുദ്ധിയുടെ വഴിയിലേക്ക്, ഇഖ്ലാസിന്റെ വഴിയിലേക്ക് കടന്നു വന്നപ്പോ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയാണ്, അലമ്മ കുല്ലക്കും, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിസ്കരിക്കുന്ന ആളുകൾക്ക് തെറ്റായ കാര്യങ്ങൾ ജീവിതത്തിൽ തുടരെ ചെയ്തുകൊണ്ട് അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം നിസ്കാരം അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത് മനഃശുദ്ധിക്ക് വേണ്ടിയാണ്, മനസ്സിനെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നോമ്പിന്റെ കാര്യം നമുക്കറിയാം അല്ലേ? നോമ്പിനെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയത്, അത് സുന്നത്തായ നോമ്പുകളാണെങ്കിലും ശരി, നമുക്ക് ഒരുപാട് നോമ്പുകൾ ഒരു വർഷത്തിൽ, റമദാൻ മാസത്തിലെ 30 നോമ്പ് മാത്രമല്ല, ഒരുപാട് സുന്നത്തായ ആഴ്ചയിൽ 2 നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്. ഈ നോമ്പൊക്കെ എന്തിനാ നമ്മൾ നോൽക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, മനസ്സ് ശുദ്ധിയാകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ സക്കാത്ത്, ഖുദ് മിൻ അംവാലിഹിം, സക്കാത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഖുദ് മിൻ അംവാലിഹിം, നബിയേ, അവരുടെ സ്വത്തിൽ നിന്ന് നിങ്ങൾ എന്താണ് സക്കാത്തിന്റെ വിഹിതം, അത് സുന്നത്തായ സ്വതക്കകളാണെങ്കിലും ശരി,
ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം. നമ്മൾ സകാത്ത് കൊടുക്കുന്നത് പാവപ്പെട്ടവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ മാത്രമല്ല, നമ്മൾ നന്നാകാൻ വേണ്ടിയാണ്. തുതഹിറുഹും വതുസക്കീഹിം, അവരെ ആ സകാത്ത് കൊടുക്കുക വഴി അവരുടെ മനസ്സിന് ശുദ്ധി, തസ്കിയത്തിന്റെ വഴിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ്. ഇതാണ് സകാത്തിന്റെ പരമപ്രധാനമായ ഒരു ലക്ഷ്യമായി വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും, പ്രത്യേകിച്ച് പരിശുദ്ധമായ അദ്കാറുകൾ, ഹൃദയവിശുദ്ധിയുടെ മാർഗങ്ങൾ വിവരിക്കുന്നിടത്ത് വിശുദ്ധമായ ഖുർആൻ അതുപോലെ തന്നെ തിരുസുന്നത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു വിശ്വാസിയുടെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ അനുസ്മരിക്കാത്ത ഒരു സന്ദർഭം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിനെ അനുസ്മരിക്കാത്ത ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സുബഹിക്ക് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കടക്കുന്നത് വരെ, രാത്രി നമ്മുടെ ബെഡിൽ കടന്ന് ഉറങ്ങുന്നത് വരെ, ഇതാണല്ലോ നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ദിക്ർ ചൊല്ലാൻ പറ്റൂല. പക്ഷേ ഈ ഉണർന്നത് മുതൽ ഉണരുന്ന സമയത്ത് ദിക്റുകൾ ചൊല്ലാനുണ്ട്. അങ്ങനെ നമ്മൾ ബാത്റൂമിലേക്ക് പോകുമ്പോ ദിക്റുകൾ ചൊല്ലാനുണ്ട്. ബാത്റൂമിൽ നിന്ന് പുറത്തു വരുമ്പോ ദിക്റുകൾ ചൊല്ലാനുണ്ട്. നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുമ്പോ, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതിനെ സംബന്ധിച്ചാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഒരു സത്യവിശ്വാസിയുടെ ഓരോ ശ്വാസോച്ഛ്വാസങ്ങൾ അതൊക്കെ അള്ളാഹുവിന്റെ ദിക്റിലായിരിക്കണം. അങ്ങനെ ദിക്റിലായി ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് അല്ലാഹു തആല അവർക്ക് നൽകുന്നത് ഹൃദയവിശുദ്ധിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അദ്കാറുകൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഏറ്റവും പ്രധാന 2 ദിക്റുകൾ ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊക്കെ സുപരിചിതമായ 2 ദിക്റുകൾ, നമുക്ക് പഠിക്കാൻ പ്രയാസമല്ല, നമുക്കൊക്കെ ചൊല്ലാനും പ്രയാസമല്ല, വളരെ എളുപ്പം നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ഇവിടെ നിന്ന് എന്ത് കിട്ടി എന്ന് ഇന്ന് പിരിഞ്ഞു പോകുമ്പോ ഞാൻ ഇന്നത് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നത് പതിവാക്കും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടെ മാത്രമേ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാവൂ. അതിനുവേണ്ടി 2 ദിക്ർ, അതിന്റെ ഫളായിലുകൾ ഞാൻ ഓർമ്മപ്പെടുത്താം. നമ്മുടെ മനസ്സ്, നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകളാണ്. കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ്. ഒക്കെ തെറ്റായ കാര്യങ്ങളിലൂടെ നമ്മുടെ മുമ്പിലൊക്കെ വഴി തെറ്റാനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളമാണ്. അങ്ങനെ നമ്മൾ തെറ്റ് മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമാണ് അല്ലാഹു തആല ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൽ ഒരു പിശാചിനെ, നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും, നമ്മുടെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാചിന്റെ ഓട്ടമുണ്ടെന്ന് നമ്മുടെ മനസ്സിൽ മാത്രമല്ല, നമ്മുടെ രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ. ഇന്ന ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, ഇന്ന ശൈത്വാന ലയജ്രി, നിശ്ചയമായും പിശാച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്നിടത്തൊക്കെ പിശാച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും നമ്മൾ തെറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. പക്ഷെ ആ തെറ്റ് ചെയ്താൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചു, പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ തൗബ ചെയ്യാൻ വേണ്ടി തൗബ നിങ്ങൾ ചെയ്യണം. നിങ്ങളുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കും. മുത്തഖീങ്ങളായ ആളുകളുടെ അടയാളങ്ങൾ പറയുന്നിടത്ത് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അത്താഴ സമയത്ത്, എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അവര് ചെയ്തു പോയ പാതകങ്ങളെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടുകയും സങ്കടപ്പെടുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകൾ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരായ സജ്ജനങ്ങളായ അടിമകൾ. അള്ളാഹു തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.
വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ ശുദ്ധിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. ഒരാൾ ഇസ്തിഗ്ഫാറിനെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലാൻ വല്ല പ്രയാസമുണ്ടോ? നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, ഒരു പ്രയാസമില്ല. അത് മനഃപ്പാഠമാക്കാനും ചൊല്ലാനും ഏത് സമയത്തും നമുക്ക് ചൊല്ലാം. ദിക്ർ ചൊല്ലാൻ പറ്റാത്ത സമയമൊഴികെ ബാക്കിയുള്ള ആർത്തവമുള്ള പെണ്ണിന് ചൊല്ലാം. ഖുർആൻ ഓതാനേ പറ്റാത്തതുള്ളൂ, നിസ്കരിക്കാനേ പറ്റാത്തതുള്ളൂ, അവൾക്ക് ചൊല്ലാം അസ്തഗ്ഫിറുല്ലാഹ്. അതുപോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന് ചൊല്ലാം അസ്തഗ്ഫിറുല്ലാഹ്. ഒരു പ്രതിബന്ധവുമില്ല. എല്ലാ സമയത്തും നമുക്ക് ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലാൻ പറ്റും. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. അങ്ങനെ ഇസ്തിഗ്ഫാർ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പുണ്യ നബി പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിന് സുഖല്ല. പണക്കാരന് മനസ്സിന് സുഖല്ല, പാവപ്പെട്ടവനും സുഖല്ല, ആർക്കും സുഖല്ല. ഒരുപാട് സമ്പത്തുണ്ട്, മക്കളുടെ കാര്യം ആലോചിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട് പക്ഷെ എനിക്ക് മക്കളില്ല, അല്ലെങ്കിൽ ഒരുപാട് മക്കളുണ്ട് പക്ഷേ മക്കൾ മോശമായിപ്പോയി, അല്ലെങ്കിൽ കച്ചവടം, അങ്ങനെ പല ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് പക്ഷേ ഭാര്യയുടെ സ്വഭാവം മോശം, അല്ലെങ്കിൽ ഭർത്താവ് മോശം. അങ്ങനെ പല പല ഹമ്മുകൾ. നമ്മുടെ ഒരു ജീവിതം നമ്മൾ പരിശോധിച്ചാൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായി നമ്മൾ ആലോചിക്കുകയാണ്, ഒരുപാട് നൂറായിരം പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മുടെ മുഖത്ത് പുഞ്ചിരി ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ആ പുഞ്ചിരിക്ക് പിന്നിൽ ഒരുപാട് സങ്കടങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ സങ്കടങ്ങൾ പലപ്പോഴും നമ്മൾ കാണിക്കൂല. എന്നാൽ ജഅലല്ലാഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ. നിങ്ങളുടെ മനസ്സിന്റെ സങ്കടങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം വേണോ? നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നൂറായിരം ടെൻഷനുകൾ, ആ ടെൻഷനുകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണോ? മൻ ലസിമൽ ഇസ്തിഗ്ഫാർ. മനസ്സിന്റെ രോഗമാണ് ഹമ്മ് എന്ന് പറയുന്നത്, ടെൻഷൻ ഉണ്ടാകുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, ഇന്നെന്താ പോകായിരുന്നു, ഇന്നെന്താ വരാതിരുന്നു, ഇന്ന് മൂഡ് ഓഫ് ആയി പോയി. നമ്മൾ പറയും നമ്മുടെ മൂഡ് ഓഫാണ്, രാവിലെ വരാമെന്ന് പറഞ്ഞു, വരാൻ പറ്റിയില്ല. വരാൻ പറ്റാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് മൂഡ് ഓഫ് ആയി പോയി, ടെൻഷനായി പോയി. വലിയൊരു സംഗതിയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ വമിൻ കുല്ലി ദീഖിൻ മഖറജ. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇടുക്കങ്ങൾ, പ്രയാസങ്ങൾ, നിങ്ങളുടെ മനസ്സിന്റെ ഇടുക്കം, അതാണ് ലീഖ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിന്റെ ഇടുക്കമല്ല, മനസ്സിന്റെ ഇടുക്കം. ആ മനസ്സിന്റെ ഇടുക്കത്തിൽ നിന്ന് അല്ലാഹു തആല നിങ്ങൾക്ക് മോചനം തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വറസഖഹു, ആ മനുഷ്യന് ഇസ്തിഗ്ഫാർ ധാരാളമായി ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു തആല വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവരുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. ജീവിതത്തിന്റെ വിഭവങ്ങൾ അല്ലാഹു തആല അവർക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രത്യേകത. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇന്നു മുതൽ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കണം. എൻ്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസത്തിൽ 70 തവണ 100 തവണയൊക്കെ തൗബ ചെയ്തിരുന്നു, ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്ത് അത് നമുക്ക് പഠിപ്പിച്ചു തന്നത്. റസൂൽ 100 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ 1000 തവണ ചൊല്ലിയാലും മതിയാകൂല. അതിന് മാത്രം തെറ്റുകൾ നമ്മൾ ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ റസൂല് തെറ്റ് റസൂൽ വിചാരിക്കുകയില്ല. തെറ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇല്ല. അല്ലാഹു തആല അതിൽ നിന്ന് കാവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊക്കെ സുപരിചിതമായ മറ്റൊരു ദിക്റാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദിക്റിനെ സംബന്ധിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധിയാകുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു തവണ അത് നമ്മൾ ചൊല്ലിയാൽ ഒരു നിധി അല്ലാഹു തആല നമുക്ക് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യേകമായി കരുതും.
ഒരു തവണ ചൊല്ലിയാൽ, ഒരു 100 തവണ ഒരു ദിവസം നമ്മൾ ചൊല്ലിയാൽ അല്ലാഹു തആല 100 നിധികൾ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നാളെ അല്ലാഹു തആല കരുതി വെക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് സലാം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞ് തിരിച്ചു പോരുമ്പോ ഇബ്രാഹിം നബി നമുക്ക് വേണ്ടി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് വേണ്ടി ഒരു പ്രത്യേകമായ സമ്മാനം കൊടുത്തയച്ചു. എന്താണ് റസൂലിനോട് പറഞ്ഞു? നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ ഉമ്മത്തിനോട്, നിങ്ങളുടെ സമൂഹത്തോട് നിങ്ങൾ കൽപ്പിക്കണം, സ്വർഗത്തിലുള്ള വൃക്ഷങ്ങളെ അധികരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ കൽപ്പിക്കണം. സ്വർഗത്തിലുള്ള വൃക്ഷം. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, വമാ ഗിറാസുൽ ജന്ന, എന്താണ് ഈ സ്വർഗത്തിലെ വൃക്ഷം? സ്വർഗത്തിലെ വൃക്ഷം എന്താണ്? അപ്പൊ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് സ്വർഗത്തിലെ വൃക്ഷം. ഈ നിധികൾ പോലെ തന്നെ അല്ലാഹു തആല നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മരം നടുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലാൻ വല്ല പണിയുണ്ടോ? അതുപോലെ തന്നെ വളരെ പ്രസിദ്ധനായ ഒരു സഹാബിയാണ് ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ ശത്രുക്കൾ അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിനുള്ളത് ഒരു വൃദ്ധയായ ഉമ്മയും ഉപ്പയുമാണ്. മഹാനായ ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ജോലി ചെയ്തുകൊണ്ടാണ് ആ കുടുംബം പുലർത്തിപ്പോരുന്നത്. ശത്രുക്കൾ പിടിച്ചു കെട്ടിയപ്പോ ആ കുടുംബം പട്ടിണിയായി. അങ്ങനെ മഹാനായ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പ മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു തആല അൻഹു പുണ്യനബിയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. നബിയെ, എന്റെ മകനെ ശത്രുക്കൾ പിടിച്ചു വച്ചിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം മകനില്ലാത്തത് കൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ്, പട്ടിണിയിലാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാർഗം ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് ഒരു ദൂതനെ പുണ്യ റസൂലിന്റെ സന്നിധിയിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ മാലിക്കുൽ അസ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ ദൂതൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മാലിക്കുൽ അസ്ജഈയുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോട്, ഈ ദൂതനോട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഉടനെ ചെന്ന് ഔഫ് ഇബ്നു മാലിക്കിനെ കാണണം റളിയല്ലാഹു അൻഹു. ഔഫിനെ നീ കാണണം. നീ ഔഫിനെ കണ്ടുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അലീം എന്നുള്ള പരിശുദ്ധമായ ദിക്ർ ധാരാളമായി ചൊല്ലാൻ ഔഫിനോട് നീ കൽപ്പിക്കണം. അങ്ങനെ പുണ്യ റസൂലിന്റെ ദൂതൻ ഔഫിന്റെ അടുത്ത് ചെന്നു. ഔഫിനോട് റസൂലിന്റെ വസിയ്യത്ത്, റസൂലിന്റെ ഉപദേശം പറഞ്ഞു കൊടുത്തു. ഫഅകബ്ബ ഔഫുൻ അലാ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള ദിക്റിന്റെ മേൽ കമിഴ്ന്നു കടന്നു എന്ന് പറഞ്ഞാൽ ധാരാളമായി ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ആ ഗോത്രങ്ങൾ അവരൊക്കെ മദ്യപിച്ചുകൊണ്ട് മതോന്മത്തരായി കടന്നുറങ്ങുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കെട്ടിയിട്ട ആ ചെങ്ങലകളെ പൊട്ടിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ബന്ധിച്ചു വെച്ച ആ കുടുംബത്തിന്റെ മുഴുവൻ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ തെളിച്ചുകൊണ്ട് അദ്ദേഹം പോന്നു. അങ്ങനെ അന്ന് രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അന്ന് രാത്രി മാലിക്കുൽ അസ്ജഈയും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട്ടിലിങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി രാത്രി നിൽക്കാം. ആ സമയത്ത് പെട്ടെന്നൊരു വിളി, ഉപ്പാനെ വിളിച്ചു. അവിശ്വസനീയമായി തോന്നി മാലിക്കുൽ അസ്ജഈക്ക്. മകന്റെ വിളി കേട്ടപ്പോ അത് അവിശ്വസനീയമായി തോന്നി. മകൻ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. വാതിൽ തുറന്നപ്പോ മകൻ മാത്രമല്ല, മുറ്റം നിറച്ച് ഒട്ടകങ്ങളും ആടുകളും. മാലിക്കുൽ അസ്ജഈ ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിലേക്ക് ആളെ വിട്ടു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ, ഔഫ് മാത്രമല്ല വന്നിരിക്കുന്നത്, ഞങ്ങൾ ഔഫിനെ മാത്രമേ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ ഔഫ് മാത്രമല്ല, ഔഫ് എന്താണ് റളിയല്ലാഹു അൻഹു, അവനെ എന്താണ് അറസ്റ്റ് ചെയ്ത ഗോത്രത്തിന്റെ ആ കുടുംബത്തിന്റെ ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ തെളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്.
അതുകൊണ്ട് ഈ ഒട്ടകങ്ങളും ആടുകളും ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഞങ്ങൾക്ക് ഹലാലാകുമോ എന്ന് ഫത്വ തേടിക്കൊണ്ട് പുണ്യനബിയുടെ സദസ്സിലേക്ക് ചെന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാലിക്കുൽ അസ്ജഈയുടെ ദൂതൻ വന്ന് ഈ സംഭവം പറഞ്ഞപ്പോ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്നുള്ള വിശുദ്ധമായ ആയത്ത് ആ സന്ദർഭത്തിലാണ് ഇറങ്ങിയത്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ യജ്അൽ ലഹു മഖ്റജാ. ഔഫ് മാത്രല്ല, ഈ ആടും ഈ ഒട്ടകവും ഒക്കെ നിങ്ങളുടെ കുടുംബത്തിനുള്ളതാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. ഒരു ശങ്കയും വേണ്ട, നിങ്ങൾക്ക് അല്ലാഹു തആല കനിഞ്ഞേകിയതാണ്. അവർക്ക് അത്രയും വലിയൊരു സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ, ആഖിറത്തിൽ മാത്രമല്ല ദുന്യാവിൽ തന്നെ അവർക്ക് ആ വലിയ ഒരു സൗഭാഗ്യം അല്ലാഹു തആല കൊടുത്തത്. അല്ലാഹു തആല അവർക്ക് കൊടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ദിക്ർ ചൊല്ലിയാൽ തീർച്ചയായും നമുക്കും ദുന്യാവിലും ആഖിറത്തിലും ഒക്കെ അതിന്റെ നേട്ടം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കേണ്ട കാര്യം. മനസ്സ് അശുദ്ധമായാൽ, മനസ്സിൽ ദേഷ്യവും പോരും അതുപോലെ തന്നെ അസൂയവും ഒക്കെ വെച്ച് നടന്നാൽ ഒരിക്കലും അല്ലാഹു തആല നമ്മിൽ നിന്നൊന്നും കബൂൽ ചെയ്യൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്വഹാബികൾക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. കുന്നാ ജുലൂസൻ മഅൻ നബി മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ. ഇതുപോലെ റസൂൽ എന്താണ് ഒരു സദസ്സിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് റസൂല് സ്വഹാബികളുടെ മുഴുവൻ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇതാ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോകുന്നു. സ്വഹാബികളൊക്കെ വളരെ അത്ഭുതത്തോടുകൂടെ സ്വർഗാവകാശിയായ മനുഷ്യൻ എങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വന്നു. അയാള് പള്ളിയിൽ വന്ന് ഒളുവൊക്കെ എടുത്ത് ആ ഒളുവിന്റെ വെള്ളം ഇങ്ങനെ താടിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട്. അയാളുടെ ഇടത്തെ കയ്യിൽ 2 ചെരുപ്പും പിടിച്ചിട്ടാണ് അയാൾ വരുന്നത്. അങ്ങനെ അയാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അസ്വാഭാവികതകളൊന്നുമില്ലാതെ അവിടെ വന്നിരുന്നു. പിറ്റേ ദിവസവും പിറ്റേ ദിവസവും ഞങ്ങളോട് ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ്സിനിടയിൽ പുണ്യനബി സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ ഇതാ നിങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഇന്നലെ വന്ന അതേ മനുഷ്യൻ അതേ രൂപത്തിൽ വുളൂഇന്റെ വെള്ളം താടിയുടെ ഒലിച്ച് ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ച് അതേ മനുഷ്യൻ വീണ്ടും വന്നിരുന്നു. 3-ാമത്തെ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, യത്ലു അലൈക്കും മുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. അങ്ങനെ 3-ാമത്തെ ദിവസവും ഈ ആദ്യത്തെ സ്വഹാബി തന്നെയാണ് വന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഒരു തീരുമാനം എടുത്തു. ഇയാൾ സ്വർഗത്തിൽ പോകാൻ എന്താണ് കാരണം? ആ കാരണം നമ്മൾക്കും ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കും സ്വർഗത്തിൽ പോകാലോ. സ്വർഗത്തിൽ പോകാൻ പറ്റിയ ഒരു അമൽ അയാളെടുത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ സമീപിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി ലാഹൈതു അബീ ഫഅഖസംതു അല്ലാ അദ്ഖുല അലൈഹി സലാസൻ. ഈ സ്വഹാബിയോട്, ഈ അൻസാരിയായ സ്വഹാബിയോട് പറഞ്ഞു, ഞാനും എൻ്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു പിണക്കുണ്ട്. ഇന്നി ലാഹൈതു അബീ ഫഅഖസംതു അല്ലാ അദ്ഖുല അലൈഹി സലാസൻ. ഉപ്പയോട് പിണങ്ങി 3 ദിവസം ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വരൂല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ആ 3 ദിവസം നിങ്ങളുടെ കൂടെ ഒന്ന് കിടക്കാനുള്ള ഒരു എവിടെയെങ്കിലും പോയി ഒന്ന് കിടക്കണല്ലോ, രാത്രി ഒന്ന് ഉറങ്ങണല്ലോ മനുഷ്യനാകുമ്പോ. അപ്പൊ ഈ 3 ദിവസം നിങ്ങളുടെ കൂടെ കിടക്കാനുള്ള ഒരു അവസരം എനിക്ക് നിങ്ങൾ ഒരുക്കി തരണം. അപ്പൊ ഈ മനുഷ്യൻ, ഈ അൻസാരിയായ ഈ സ്വർഗാവകാശിയായ ആള് പറഞ്ഞു, നഅം, വന്നോളൂ, പ്രശ്നമൊന്നുമില്ല, എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഉള്ള ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് 3 ദിവസമല്ലേ, പ്രശ്നമൊന്നുമില്ല, വന്ന് കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാ, വകാന അബ്ദുല്ലാഹി യുഹദ്ദിസു അന്നഹു ബാത മഅഹു തിൽക്കൽ ലയാലി അസ്സലാസ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് 3 രാത്രി ഇയാളെ കൂടെ ഉറങ്ങിയ അനുഭവം പിന്നെ വിവരിക്കണം. ഫലം യറഹു യഖൂമു മിനൽ ലൈലി ശൈഅൻ ഗൈറ അന്നഹു ഇദാ തആറ വതഖല്ലബ അലാ ഫിറാശിഹി ദക്കറല്ലാഹ അസ്സ വജല്ല വകബ്ബറ ഹത്താ യഖൂമ ലിസ്വലാത്തിൽ ഫജ്ർ. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഉറക്കൊഴിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, ഇയാൾ എപ്പോഴാണ് നീക്കണത്, ഇയാൾ എത്ര റക്അത്താണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഇയാൾ എത്ര ജുസ് ഖുർആൻ ഓതുന്നുണ്ട്, ഇയാൾ എന്തൊക്കെ ദിക്റാണ് ചൊല്ലുന്നത്. രാത്രി എഴുന്നേറ്റ് അദ്ദേഹം ഉറക്കൊഴിച്ചിങ്ങനെ ഉറക്ക് നടിച്ചിങ്ങനെ കിടക്കുകയാണ്. പക്ഷേ ഇയാൾ എഴുന്നേൽക്കുന്നില്ല. ഇയാൾ എഴുന്നേൽക്കുന്നത് സുബഹിന്റെ കുറച്ചു മുമ്പ് ഒന്ന് എഴുന്നേറ്റ് വിരിപ്പൊക്കെ മടക്കി വെക്കും, എന്നിട്ട് ദിക്റൊക്കെ ചൊല്ലും, വകബ്ബറ, മാത്രല്ല ഹത്താ യഖൂമ ലിസ്വലാത്തിൽ ഫജ്ർ, അങ്ങനെ സുബഹി നിസ്കാരത്തിലേക്ക്. അപ്പോൾ സുബഹിന്റെ തൊട്ട് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തൊക്കെ നിസ്കരിച്ച് കൂടുതലൊന്നും അയാൾ ചെയ്യുന്നില്ല. ഖാല അബ്ദുള്ള ഗൈറ അന്നി ലാ അസ്മഉഹു യഖൂലു ഇല്ലാ ഖൈറ. പക്ഷെ വേറൊരു സംഗതി, ഈ 3 ദിവസം അയാളെ കൂടെ ഞാൻ ജീവിച്ചപ്പോ അയാൾ ലാ അസ്മഉഹു യഖൂലു ഇല്ലാ ഖൈറ, നല്ലത് മാത്രമേ ആ മനുഷ്യൻ പറയുന്നുള്ളൂ. വേറൊന്നും, ഒരു ചീത്തയായ ഒരാളെ കുറിച്ച് കുറ്റം പറയാം, അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് ഒരാളോട് അസൂയ വെക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫലമ്മാ മദത്തി സലാസ് ലയാലിൻ, 3 രാത്രി കഴിഞ്ഞു. വഖിത്തു അൻ അഹ്തകിറ അമലഹു, ഞാൻ അയാളുടെ അമലുകളൊക്കെ വളരെ ചെറിയ കുറഞ്ഞ അമലുകൾ, അയാൾ ചെയ്യുന്ന കാര്യമൊക്കെ വളരെ നിസ്സാരമായി ഞാൻ കണ്ടു. ഖുൽതു യാ അബ്ദുല്ലാ ഇന്നി, എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് ഈ മനുഷ്യനോട് പറഞ്ഞു, ഇന്നി ലം യകുൻ ബൈനി വ ബൈന അബി ഗളബുൻ വലാ ഹജ്റുൻ സമ്മ, ഞാനും എൻ്റെ വാപ്പയും തമ്മിൽ ഒരു പ്രശ്നമൊന്നുമില്ല. 3 ദിവസം വീട്ടിൽ നിന്ന് വിട്ടിക്കല്ലേ, പ്രശ്നവും കുഴപ്പമൊന്നും വാപ്പതിനായിട്ടില്ല. പക്ഷേ എന്താണ്, വലാകിൻ സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലക 3 മിറാരിൻ യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന ഫതലഅത അൻത 3 മിറാർ. പക്ഷേ ഞാൻ നിങ്ങളെ ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി, ഞാൻ നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ കൂടെ 3 രാത്രി ഉറങ്ങിയത്. നിങ്ങളെ സംബന്ധിച്ച് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, 3 ദിവസം ഞങ്ങളോട് നിങ്ങളിലേക്ക് ഇതാ സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ കടന്നു വരാൻ പോകുന്നു എന്ന് 3 ദിവസം പറഞ്ഞു. ആ 3 ദിവസവും റസൂലിന്റെ വായ പൂട്ടുമ്പോഴേക്ക് നിങ്ങളാണ് കടന്നു വന്നത്. അതുകൊണ്ട് നിങ്ങളുടെ കൂടെ രാപ്പാർത്തുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയും അത് ഞാനും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് നിങ്ങളുടെ കൂടെ പാർത്തത്, അല്ലാതെ വാപ്പാനായിട്ട് പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല. പക്ഷേ നിങ്ങൾ കൂടുതലൊന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലേക്ക് സ്വർഗാവകാശിയാണെന്ന് നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അതിനുമാത്രം വലിയ അമലുകളൊക്കെ ചെയ്തുകൊണ്ട് അത്രയൊന്നും അമലുകൾ നിങ്ങളിൽ ഞാൻ കണ്ടില്ലല്ലോ. ഫഖാല മാ ഹുവ ഇല്ലാ മാ റഅയ്ത, എൻ്റെ അമലുകൾ എന്ന് പറഞ്ഞാൽ നീ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളൂ, നീ കണ്ടതൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് വളരെ നിരാശയോടുകൂടെ മടങ്ങുകയാണ്. കാരണം ഇയാളിപ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നതിൻ്റെ എണ്ണ എത്രയാണ് നോക്കിയാണ്ട് പിറ്റേന്ന് നിസ്കരിക്കാൻ വേണ്ടിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അയാളെ പിന്നാലെ കൂടിയത്. പക്ഷെ ഒന്നുമില്ല. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു ഫലമ്മാ വല്ലൈതു, ഞാൻ നിരാശയോടുകൂടെ മടങ്ങിയപ്പോൾ ദഅാനി, അയാൾ എന്നെ തിരിച്ചു വിളിച്ചു.
ഫഖാല മാ ഹുവ ഇല്ലാ മാ റഅയ്തു, എന്നിട്ട് എന്നോട് പറഞ്ഞു, അബ്ദുല്ലാഹ്, ഞാൻ എന്താണ് നീ കണ്ടതുപോലെയുള്ള അമലുകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. വഗൈറ അന്നീ ലാ അജിദു അലാ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അതാഹു അല്ലാഹു ഇയ്യാഹ്. പക്ഷേ അയാൾ ചെയ്യുന്ന അമലെന്താണെന്ന് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിന് അയാൾ വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇബാദത്തുകളായി ചെയ്യുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ ഗൈറ അന്നീ ലാ അജിദു അലാ നഫ്സി ലിഅഹദിൻ മിനൽ മുസ്ലിമീന ഗിശ്ശാ. നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാം. മുസ്ലിമീങ്ങളായ ഒരു മനുഷ്യനോടും എനിക്കൊരു വെറുപ്പില്ല. ഞാൻ രാത്രി കടക്കാൻ പോകുമ്പോൾ ഒരു മുസ്ലിമിനോടും വെറുപ്പില്ലാത്ത രീതിയിലാണ് ഞാൻ കടക്കാൻ പോകുന്നത്. വലാ അഹ്സുദു അലാ അഹദിൻ, ഒരാളു അലാ അഹദിൻ വലാ അഹ്സുദു അഹദൻ അലാ ഖൈരിൻ അതാഹുല്ലാഹ്. അല്ലാഹു തആല കൊടുത്ത ഒരാൾക്ക് അല്ലാഹു തആല കൊടുത്ത ഒരു നിഅമത്ത്, ആ നിഅമത്തിന്റെ പേരിൽ അയാളോട് എനിക്കൊരു അസൂയല്ല. ഇത് മാത്രം, ഒരാളോടും വെറുപ്പും ദേഷ്യമല്ല, ഒരാളോടും അസൂയല്ല. ഇതാണ് ഞാൻ ചെയ്യുന്ന അമൽ. ഇതിനപ്പുറത്ത് കൂടുതലൊന്നും എനിക്കില്ല. അയാളുടെ മനസ്സ് വളരെ ശുദ്ധമായിരുന്നു. ഇതുപോലെ മനസ്സിനെ ശുദ്ധമാകും. ഒരാളോടും ദേഷ്യമില്ലാത്തൊരു മനസ്സ് നമുക്കുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട ഇത്തരം ചരിത്ര സംഭവങ്ങൾ, മഹാന്മാരായ ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ മഹാന്മാരായത്, അവരൊക്കെ വലിയ വലിയ ആളുകളായത്, അവരൊക്കെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായത് മനസ്സ് ശുദ്ധമാക്കിയത് കൊണ്ടാണ്. മനസ്സ് ശുദ്ധമാക്കിയപ്പോൾ അയാൾക്ക് അള്ളാഹുവിൻ്റെ റസൂല് സ്വർഗത്തിൽ പോകാൻ ഇത്രയൊക്കെ മതി. സ്വർഗത്തിൽ പോകാൻ വിയർത്ത് പണിയെടുക്കേണ്ട ആവശ്യമല്ല, നമ്മുടെ മനസ്സിനെ നന്നാക്കിയാൽ മതി. ഫഖാല അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദിഹി അല്ലദീ ബലഗത് ബിക വഹിയല്ലതീ ലാ നുതീഖ്. ഇത് തന്നെയാണ് നിങ്ങളെ സ്വർഗത്തിലെത്തിച്ചത്. വഹിയല്ലതീ ലാ നുതീഖ്. പക്ഷേ ഇത് എളുപ്പം കഴിയൂല. വഹിയല്ലതീ ലാ നുതീഖ്, നമ്മെ പോലെയുള്ള ആളുകൾക്ക് അതങ്ങനെ എളുപ്പമല്ല. അത് വലിയ പ്രയാസം. ഒരാളോടും ദേഷ്യമില്ലാതെ എല്ലാ രാത്രിയും ഒരാളോടും ദേഷ്യമില്ലാതെ കടന്നുറങ്ങാൻ കഴിയുന്ന ആരാ നമ്മളെ കൂട്ടത്തിലുള്ളത്? ഒരു ദിവസം 100,000 ആളുകളോട് നമുക്ക് ദേഷ്യമാണ്, അല്ലെങ്കിൽ 100,000 അസൂയകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം നമുക്ക് അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇതുപോലെയുള്ള സദസ്സുകൾ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മക്കളില്ലാതെ സങ്കടപ്പെടുന്ന ആളുകൾ, അതുപോലെ തന്നെ മറ്റുള്ള പല മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളുള്ള ആളുകൾ നമ്മളൊക്കെ അറിയാം. നമ്മളൊക്കെ ഒരുപാട് രോഗങ്ങളുള്ള ആളുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമുക്കറിയാം. ഇപ്പോഴത്തെ ഒരു കാലത്ത് പല രീതിയിലുള്ള രോഗങ്ങളില്ലാത്ത ആളുകൾ, എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് 35 വയസ്സാണ്, ചെറിയൊരു പനി വന്ന് ഡോക്ടറെ അടുത്ത് കണ്ടു. ഡോക്ടറെ ചെന്ന് നല്ല ആരോഗ്യവാനായ, നല്ല അധ്വാനിച്ച് കുടുംബം പോറ്റുന്ന ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ ചെന്ന് ചെറിയ പനി വന്ന് ക്ഷീണം വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ 2 കിഡ്നിയും വീക്കായി ഇരിക്കുകയാണ്. 25 ലക്ഷം രൂപ ആ ചെറുപ്പക്കാരൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ ചെറുപ്പക്കാരൻ 25 ലക്ഷം രൂപ ചെലവാക്കി കിഡ്നി മാറ്റി വെക്കാൻ പോവുകയാണ് 2017 ജനുവരിയിൽ. അതുപോലെ തന്നെ ക്യാൻസർ രോഗം, എൻ്റെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി വന്നിരുന്ന ഒരു നല്ല സഹോദരി, രണ്ട് പെൺമക്കൾ. ആ 2 പെൺമക്കളും ഖത്തറിൽ വളരെ സുഖകരമായി ജീവിക്കുകയാണ്. അവരുടെ കൂടെ ഖത്തറിൽ പോയി 1 മാസം അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് ചെറിയൊരു വയറുവേദന വന്നു. തിരിച്ചു വന്ന് മിംസിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ വയറ്റിൽ മുഴയാണ്, വയറ്റിലെന്താണ് ക്യാൻസറാണ്, ഓപ്പറേഷൻ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ. ഇപ്പോൾ ആ സഹോദരി മരണത്തോട് മല്ലടിച്ച് മിംസ് ഹോസ്പിറ്റലിൽ കഴിയാണ്. ഇങ്ങനെ നമുക്ക് പരിചയമുള്ളവരും നമുക്ക് അനുഭവമുള്ളവരുമായ ഒരുപാട് ആളുകൾ റഹ്മുറാഹിമീനായ തമ്പുരാൻ പരിപൂർണമായ ശിഫ നൽകി നമ്മയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊരു 10 സ്വലാത്ത് ചൊല്ലി എല്ലാവരും എഴുന്നേറ്റ് ഒരു മിതമായ ശബ്ദത്തിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം